അസറിന്റെ സുപ്രീം കമാൻഡറാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ്. ഇന്നും അസറിന്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അറബി അറിയാവുന്ന ആർക്കും നിലവിൽ ഇപ്പോൾ ഈ നിമിഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് അവർക്ക് 16-17 വയസ്സുണ്ടായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 20 അതിന്റെ മുകളിലോ 18 വയസ്സെങ്കിലും ആ സാഹചര്യത്തിൽ ആയിഷ ബീവിക്ക് ഉണ്ടാവും എന്ന കാര്യം യാഥാർത്ഥ്യവും സത്യവുമാണ്. لعلمك ودي المفروض احنا يعني لا يمكن ابدا طبقا لاسباب كثيره جدا انه النبي اتجوز عائشه عندها 9 سنين. لا هي മുത്തേരത്തെ പുതിയ ചേകനൂരി, മുത്തേരത്തെ പുതിയ ഭൗതികവാദി, മുത്തേരത്തെ പുതിയ മതവിരോധി എന്നൊക്കെയാണ്. എന്തൊക്കെ ചെറുതും വലുതുമായി 150ഓളം ലേഖനങ്ങളാണ് എന്നെ കാഫറാക്കിക്കൊണ്ടും മതവിരോധിയാക്കിയും സോഷ്യൽ മീഡിയയിൽ 1.5 മാസം പോകുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആയിഷ ബീവിയുടെ വിവാഹപ്രായം 18. ലോക പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ വ്യക്തിഹത്യ, ഇതാണ് വിഷയം. മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തിരുദൂതരും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോൾ ആയിഷ ബീവിയുടെ വിവാഹപ്രായം, അന്നത്തെ പ്രായം 18 ചിലപ്പോൾ 20 മുകളിലാണ് എന്ന് എൻ്റെ അഭിപ്രായം. ഏതാണ്ട് 1.5 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുകയും അത് പിന്നീട് വിവാദത്തിലേക്കും എന്നെക്കുറിച്ചുള്ള വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും വളരെ രൂക്ഷമായും വളരെ പരിധിവിട്ട ആക്ഷേപങ്ങളിലേക്കും വളരെ മോശപ്പെട്ട എഴുത്തുകളിലേക്കും സോഷ്യൽ മീഡിയയിലുള്ള പലതരം ബഹളങ്ങളിലേക്കും നയിക്കുകയും ചെയ്തു. ഈ വിവാദം കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് വസ്തുത പറഞ്ഞാലും അതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഗുണമുണ്ടാവില്ല എന്ന നിലക്കാണ് ആ ബഹളങ്ങൾ തണുത്തതിന് ശേഷം ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പഠിക്കുന്നവർക്ക് വേണ്ടിയും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയും ഒരു പ്രഭാഷണം നടത്തണമെന്ന് ഞാൻ അന്നേ തീരുമാനിക്കുകയും ആ വിഷയത്തിലുള്ള അധിക്ഷേപങ്ങളുടെ ബഹളം തൽക്കാലം സോഷ്യൽ മീഡിയയിൽ അടങ്ങുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ചിന്തിക്കുന്നവർക്ക് വേണ്ടി, പഠിക്കുന്നവർക്ക് വേണ്ടി, വസ്തുതകൾ മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നത്. ആയിഷ ബീവിയുടെ വിവാഹ പ്രായവുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്തുള്ള വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും വിശദീകരിക്കുക എന്നതാണ് ഈ പ്രഭാഷണത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വാക്കിനെ ആസ്പദമാക്കി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ 6-ാം വയസ്സിൽ വിവാഹം ചെയ്തു. 9-ാം വയസ്സിൽ അവർ തമ്മിലുള്ള ദാമ്പത്യം ആരംഭിച്ചു എന്നുമൊക്കെയുള്ള വാക്കുകളാണ് പൊതുവെ നമ്മൾ കാലങ്ങളായി പലപ്പോഴും പൊതുവായി പറഞ്ഞു കേൾക്കുന്ന വിഷയം. അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമായി നിലനിൽക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, പുണ്യ റസൂലിൻ്റെ ഒരു ഹദീസ് അല്ല. ഞാൻ ആയിഷയെ റളിയല്ലാഹു അൻഹ കല്യാണം കഴിക്കുന്നത് 6-ാം വയസ്സിലാണ്. ഞങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ആരംഭിക്കുന്നത് 9-ാം വയസ്സിലാണ് എന്ന ഒരു വാക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ലോകത്തെവിടെയും ലഭ്യമല്ല. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാക്കാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സനദിനെ കുറിച്ചൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ നമുക്കാർക്കുമില്ല. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹദീസ് നിഷേധി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ ചില വ്യക്തിവിരോധികൾ അവരായിരിക്കും അതിന് മുന്നിൽ നിന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ കാര്യങ്ങളെ മനസ്സിലാക്കാത്ത ചില ആളുകൾ, അതായത് കള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോഴത്തിന് കയറ് വിട്ട് എടുത്തോടി വന്ന ചില ആളുകൾ, അവരൊക്കെ ആയിരിക്കും അത് വല്ലാതെ ഇങ്ങനെ കത്തിച്ചത് അത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ സാധാരണ പൊതുജനങ്ങൾ മനസ്സിലാക്കി എന്ത് റഹ്മത്തുള്ളാഹി ഖാസിമി ഹദീസ് നിഷേധിയായോ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പോൾ പിന്നെ പലതും അതിനെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം.
അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു വാക്ക് അല്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തിന് പിന്നെ മത്തിനെ പരിശോധിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് എന്നിരിക്കുമ്പോൾ പിന്നെ അതിൽ ചർച്ചയില്ല, സനദ് മാത്രം നോക്കിയാൽ മതി, മത്തിനവിടെ നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്തുകൊണ്ട് ഇതാണ് ഹബീബ റസൂലുള്ളാഹ്. പക്ഷെ ഇവിടെ ശരിക്ക് കാര്യങ്ങൾ പൊതുജനത്തെ പലരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് പുണ്യ റസൂൽ പറഞ്ഞ ഒരു വാക്ക് അല്ല. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാഹിബുൽ വഹ്യായ, ലോകത്ത് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വഹ്യ നൽകിയ മഹാനായ മുസ്തു മുഹമ്മദ് മുസ്തഫ, തിരുവായിക്ക് എതിർവായില്ലാത്ത അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്ക് ഇന്ന് ലോകത്ത് എവിടെയും നിലനിൽക്കുന്നില്ല എന്ന പരമമായ സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ, അവർക്ക് വഹിയൊന്നുമില്ല, അതേസമയത്ത് അതിൻ്റെ സനദ് സഹീഹാണ്, അതിനിവിടെ തർക്കവും ഇല്ല. അപ്പോൾ കേവലം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, അത് പൊതുവായി പറഞ്ഞു കേൾക്കുന്ന ഒരു വിഷയവുമാണ്. പക്ഷേ അതേ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം നടക്കുമ്പോൾ, ദാമ്പത്യം തുടങ്ങുമ്പോഴല്ല, വിവാഹം നടക്കുമ്പോൾ 16 വയസ്സായിരുന്നു എന്നും, അതേ സമയത്ത് ഭാര്യ ഭർത്തൃബന്ധം, ദാമ്പത്യ ബന്ധം ഒക്കെ ആരംഭിക്കുമ്പോൾ അവർക്ക് 19 വയസ്സിനും മുകളിലായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്ന അഭിപ്രായങ്ങൾ ലോകത്ത് വളരെ വളരെ കാലമായി നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നാമതായി പറയട്ടെ, ഈ അഭിപ്രായം പറയുന്ന ആളുകൾ ബഹുമാനപ്പെട്ട അഹ്ലുസുന്നയുടെ, അല്ലാത്തവർ ധാരാളമുണ്ട്, പക്ഷെ അതേ സമയത്ത് അഹ്ലുസുന്നയുടെ അടിസ്ഥാന ആദർശങ്ങളിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന, ലോകത്ത് ഇന്ന് എണ്ണപ്പെടുന്നതും ലോകത്ത് കഴിഞ്ഞു പോയവരിൽ തന്നെ പർവ്വത സമാനമായ വിജ്ഞാനം പേറി നടന്നിരുന്ന മഹാപണ്ഡിതന്മാരും ഇന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുകയും വഹാബിസത്തോട് നിരന്തരമായി കലഹിക്കുകയും ഒരു കാരണവശാലും വഹാബിസത്തോട് ഒത്തുരാജിയാവരുത് എന്ന് ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്ത അഹ്ലുസുന്നയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന, ലോകം ഇന്ന് അംഗീകരിക്കുന്ന മഹാപണ്ഡിതന്മാർ അനവധിയാണ്. അതായത് 16 വയസ്സിലാണ് അവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത് എന്നും, ദാമ്പത്യം ആരംഭിക്കുമ്പോൾ അതിനും മുകളിൽ 18, 19, 20 വയസ്സ് അല്ലെങ്കിൽ അതിനു മുകളിലായിരുന്നു എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതന്മാർ, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതന്മാർ പോലും നിരവധിയാണ് എന്നത് സത്യവും യാഥാർത്ഥ്യവുമാണ്. ഈജിപ്തിലെയും തുർക്കിയിലെയും സിറിയയിലെയും ഇന്ത്യയിലെയും മാലിക്കി, ഹനഫി, ഷാഫിഈ മദ്ഹബിലുള്ള ധാരാളം പണ്ഡിതന്മാരെ ഈ രംഗത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ അഭിപ്രായത്തിന് ഈ പണ്ഡിതന്മാർ ആധാരമാക്കുന്ന ഗവേഷണ രീതികളും പഠനങ്ങളുമെല്ലാം പൂർണ്ണമായി അഹ്ലുസുന്നയുടെ രീതികളോടും പാരമ്പര്യ രീതികളോടും കൃത്യമായും നീതി പുലർത്തുന്നവരും, അഹ്ലുസുന്നയുടെ വീക്ഷണത്തിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്നവരും, അഹ്ലുസുന്നയുടെ വീക്ഷണം അനുസരിച്ച് തന്നെ ഗവേഷണം നടത്തുകയും ചെയ്യുന്ന മഹാപണ്ഡിതന്മാരാണ് ഈ പറയപ്പെട്ട മാലിക്കി, ഷാഫിഈ, ഹനഫി അടക്കമുള്ള അശ്അരി, മാതുരീദി വിഭാഗങ്ങളിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ എന്നത് വളരെ വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. പ്രത്യേകിച്ച് നിലവിലുള്ള അൽ-അസ്ഹറിന്റെ ഗ്രാൻഡ് മുഫ്തി മുതൽ ലോകമൊട്ടാകെയുള്ള രാജ്യങ്ങളിലുള്ള നിരവധി അഭിപ്രായ പണ്ഡിതന്മാർ ഈ അഭിപ്രായം വെച്ച് പുലർത്തുന്നവരാണ് എന്ന് അതേക്കുറിച്ച് ഒരല്പമെങ്കിലും പഠിക്കാൻ തുനിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്. ഒന്നാമതായി ലോക പ്രശസ്ത അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട അൽ ഉസ്താദ് അഹ്മദ് കരീം, അദ്ദേഹം അസ്ഹർ ഷരീഫിലെ അൽ ഫിഖ്ഹുൽ മുഖാറൻ അശ്ശരിഅത്തുൽ ഇസ്ലാമിയ എന്ന വിഷയങ്ങളിലെല്ലാം ജാമിഅ അസ്ഹറിലെ പ്രധാനപ്പെട്ട പ്രൊഫസറാണ്. ലോകം അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ അതിപ്രധാനപ്പെട്ട പണ്ഡിതരിൽ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വീക്ഷണപ്രകാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഐഷ ബീവിയെ നിക്കാഹ് ചെയ്യുമ്പോൾ 16 വയസ്സായിരുന്നുവെന്നും അവർ നബിയോട് കൂടെ ചേർന്ന് ദാമ്പത്യം ആരംഭിക്കുമ്പോൾ
18-നോ 19-നോ 20-നോ അല്ലെങ്കിൽ അതിനും മുകളിലായിരുന്നു എന്ന് വീക്ഷണം കൃത്യമായി വെച്ച് പുലർത്തുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മഹാപണ്ഡിതനായ ലോകപ്രശസ്ത സുന്നി പണ്ഡിതനായ അഹ്മദ് കരീമ. നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാം, നിങ്ങൾ ഒന്ന് കേൾക്ക്. لا لا يا فندم، لا على فكرة عايز أقول لسيادتك حاجة. اللي بيروجوا أكذوبة إن السيدة عائشة رضي الله عنها تزوجها النبي وهي عندها 9 سنين، ما حصلش، كان عندها 18 سنة، لأن السيدة عائشة كانت مخطوبة لواحد قبل الرسول لعلمك. ودي مفروض احنا يعني نعمل توعية للناس بيها. يعني ستنا عائشة كانت مخطوبة الرجل قبل الرسول. طب هل بقى الراجل راح خطبها عندها 5 سنين، خطبها وهي في سن اللفة؟ مش ممكن، مع ان يبطل الزواج زي السيدة عائشة عندهم هذا وحضرتك بتقول كانت في سن ال 18 سنة. ده اللي حققناه علميا، وانا قلت لسيادتك ان السيدة عائشة كانت مخطوبة عدة سنوات قبل النبي محمد صلى الله عليه وسلم. طب لما اقول لي بقى كانت مخطوبة يبقى كان مخطوبة عندها كم سنة؟ 4 سنين يعني ولا 5 سنين؟ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അതായത് ഒരിക്കലും 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ ദാമ്പത്യം ആരംഭിച്ചു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ 18 വയസ്സെങ്കിലും ആ സാഹചര്യത്തിൽ ആയിഷ ബീവിക്ക് ഉണ്ടാവും എന്ന കാര്യം യാഥാർത്ഥ്യവും സത്യവുമാണ് എന്ന് വളരെ വ്യക്തമായി ഈ മഹാപണ്ഡിതൻ, ഈ അഹ്ലുസുന്നയുടെ മഹാപണ്ഡിതൻ, ലോകം അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ നിലവിലുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ലോകത്തെ അനവധി അറബ് മാധ്യമങ്ങൾക്കും മറ്റും ഈ വിഷയത്തിൽ അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുകയും പരസ്യമായി പല സ്ഥലങ്ങളിലും അദ്ദേഹം ഈ വിഷയത്തിൽ ലേഖനം എഴുതുകയും സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഈ വീക്ഷണം സത്യവും യാഥാർത്ഥ്യവുമാണ് എന്ന് അസ്ഹറിലടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങളിലെ മഹാപണ്ഡിതന്മാർ അംഗീകരിക്കുന്ന സത്യവും യാഥാർത്ഥ്യവുമാണ്. 2022 ഈജിപ്തിലെ പ്രധാനപ്പെട്ട പത്രമായ അഖ്ബാറുൽ യൗം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്താ സ്റ്റേറ്റ്മെന്റ്? അഹ്മദ് കരീം الرسول تزوج السيدة عائشة وعمرها 15 عاما بالدليل. പത്രത്തിന്റെ ഹെഡിങ് ആണ്. വളരെ കൃത്യമായി അഹ്മദ് കരീമ, മഹാപണ്ഡിതനായ അഹ്മദ് കരീമ വ്യക്തമാക്കുന്നു, സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുന്ന പ്രായം 18 വയസ്സ് തന്നെയാണ് എന്ന് സലക്ഷ്യം അഹ്മദ് കരീമ വ്യക്തമാക്കുന്നു എന്നാണ്. അഹ്മദ് കരീമ ഉസ്താദുൽ ഫിഖ്ഹിൽ മുഖാറൻ വശരീഅത്തുൽ ഇസ്ലാമിയ ബിജാമിഅത്തുൽ അസ്ഹർ എന്ന് പറഞ്ഞുകൊണ്ട് അഖ്ബാറുൽ യൗം പ്രസിദ്ധീകരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. قال الدكتور أحمد كريم أستاذ الفقه المقارن والشريعة الإسلامية بجامعة الأزهر أن الرسول صلى الله عليه وسلم تزوج من السيدة عائشة وهي بعمر 18 عام. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നത് അവരുടെ 18 വയസ്സെങ്കിലും ആയിട്ടാണ് എന്ന കാര്യം വളരെ കൃത്യമാണ്. എന്നാൽ معتبر الحديث عن زواج النبي صلى الله عليه وسلم من السيدة عائشة في 9 من عمرها جهل وكذب وتدليس. അതേ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ അവർ ദാമ്പത്യം ആരംഭിച്ചു എന്നുള്ള വാക്ക്, ആ വാക്ക് ജഹ്ലുൻ വകദിബുൻ, അത് കൃത്യമായും വിഡ്ഢിത്തവും അത് അറിവില്ലായ്മയും വകദിബുൻ പച്ചക്കളവുമാണ്. ഇതാണ് അഖ്ബാറുൽ യൗമിന് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ്. 2022 ഒക്ടോബർ 15 അഖ്ബാറുൽ യൗം വളരെ കൃത്യമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ 6-ാം വയസ്സിൽ കല്യാണം കഴിച്ച് 9-ാം വയസ്സിൽ അവരുടെ ദാമ്പത്യം ആരംഭിച്ചു എന്ന് പറയുന്ന വാക്ക് ജഹ്ലുൻ, അത് ജഹ്ലാണ്, അത് പച്ചക്കളവുമാണ്. അതായത് ആര് കളവ് പറഞ്ഞു എന്നാ, അതായത് ഇതിൽ സംബന്ധമായ ചർച്ച നടന്നപ്പോൾ ചില ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ആയിഷ ബീവി കളവ് പറഞ്ഞത്, ആയിഷ ബീവി കളവ് പറഞ്ഞു എന്നല്ല ഈ പറയുന്നത്. ആയിഷ ബീവിക്ക് അവിടെ ഓർമ്മപ്പിശവ് സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഇന്ന് പഠിക്കാൻ ഈ വിഷയത്തിൽ ധാരാളം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കവേ ചില നിർദ്ദിഷ്ട താല്പര്യത്തിന് വേണ്ടി, ചില പ്രത്യേകമായ ഗൂഢലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒന്നുകൂടി ബലപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ ഇത് പറഞ്ഞു നടക്കുന്നത് കളവാണ്. ഇത് നിലവിലുള്ള ആളുകൾ പറയുന്നത് കളവാണ്. എന്തുകൊണ്ട്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം
അവിടെ ഒരു ഓർമ്മപ്പിശകോ മറ്റോ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാതെ അങ്ങനെ അവർ പറയില്ല. അവർ കളവ് പറഞ്ഞു ഇവിടെ ആർക്കും വാദമില്ല. പക്ഷെ വസ്തുതകൾ പഠിക്കാൻ നിരവധി കാര്യങ്ങൾ നിലവിൽ ഉണ്ടായിരിക്കവേ അതൊന്നും പഠിക്കാതെ ഇതിങ്ങനെ ഏറ്റുപിടിച്ച് പറയുക എന്ന് പറയുന്നത് അത് ജഹ്ലാണ്, അത് കിർബാണ്. ഈ വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് പറയുന്നത് അദ്ദേഹം ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പ്രധാനപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്, നിരന്തരമായി വഹാബിസത്തോട് ആഗോളതലത്തിൽ കലയിക്കുന്ന പണ്ഡിതനാണെന്ന് മാത്രമല്ല അസർ ഷരീഫിലെ പ്രധാനപ്പെട്ട പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വീക്ഷണം ലോകത്തെ പല പണ്ഡിതന്മാരും അംഗീകരിക്കുന്നതാണ് എന്ന് മാത്രമല്ല 2016 ചെച്ചിനിയയിൽ വെച്ച് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സുന്നി ഇസ്ലാം ഇൻ ഗ്രോസ്നി എന്ന ആ സമ്മേളനം വിളിച്ചു കൂട്ടിയതിന് പിന്നെ മുൻകൈ എടുത്തത് ബഹുമാനപ്പെട്ട അഹമ്മദ് കരീമയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ച അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നീട് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വിധേയമാവുകയുണ്ടായി. അതായത് മുസ്ലിം ലോകത്തിന് ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം വഹാബിസമാണ് എന്നാണ് 2016 ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സുന്നി ഇസ്ലാം ഇൻ ഗ്രോസ്നി എന്ന സമ്മേളനത്തിൽ അർത്ഥശങ്കക്കിടമില്ലാതെ നിലവിലുള്ള മുസ്ലിം ലോകത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം വഹാബിസമാണെന്ന് വളരെ കൃത്യമായി തീർത്ത് അദ്ദേഹം ആ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല നിരന്തരമായി അദ്ദേഹം വഹാബിസത്തിനെതിരെ ലോകത്തെ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അസ്സലഫിയ ബൈനൽ അസ്വീലി വദ്ദഖീൽ, അദ്ദേഹം വഹാബിസത്തിനെതിരെ എഴുതിയ ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് അസ്സലഫിയ ബൈനൽ അസ്വീലി വദ്ദഖീൽ. അതേപോലെ മുസ്ലിം ബ്രദർഹുഡിന് എതിരെ അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ് ജമാഅത്തുൽ ഇഖ്വാൻ, ദ മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ അദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിനെതിരെ ഇഖ്വാൻ മുസ്ലിമിനെതിരെ എഴുതിയ ഗ്രന്ഥവും ലോക പ്രശസ്തമാണ്. അതായത് ഇതൊക്കെ അഹ്ലുസുന്നയുടെ ഇന്ന് ലോകത്ത് അംഗീകരിക്കുന്ന അതിപ്രധാനപ്പെട്ട പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ലോകത്തെല്ലാവർക്കും അഹ്മദ് കരീമയെ അറിയാം. അദ്ദേഹം കൃത്യമായി വഹാബിസത്തിനെതിരെ നിരന്തരമായി കലഹിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് പറഞ്ഞത്. ഈ പറയുന്ന 6 കല്യാണം കഴിച്ചു, 9 വീട്ടിൽ കൂടി അവര് ദാമ്പത്യം ആരംഭിച്ചു, എവിടെ വന്നാലും അത് അംഗീകരിക്കാൻ കഴിയൂല. അത് ഇന്ന് നമ്മൾ ആവർത്തിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഇന്ന് ധാരാളം വിഷയങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കവേ അത് പറയുന്നത് ജഹ്ലാണ്, അത് കദിബുൻ, അത് കളവാണ്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ് അഹ്മദ് കരീം. ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ വന്നപ്പോൾ, കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ ഈജിപ്തിലും മറ്റുമൊക്കെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ജാമിഅത്തുൽ അസ്ഹർ ഷരീഫിൽ നിന്ന് ഈ വിഷയത്തിൽ ആദ്യമായൊരു പ്രതികരണം വരുന്നത് 2017 2010 മുതൽ ഈജിപ്തിലെ അസ്ഹർ ഷരീഫിലെ അൽ ഇമാമുൽ അക്ബർ പ്രധാനപ്പെട്ട ഇമാം ഷെയ്ഖുൽ അസ്ഹർ ആയി ഇന്ന് വരെ 2010 മുതൽ ഈ 2026 ഇന്ന് വരെയും ഷെയ്ഖുൽ അസ്ഹർ ആയി സേവനമനുഷ്ഠിക്കുന്ന അവിടുത്തെ അൽ ഇമാമുൽ അക്ബർ ഷെയ്ഖുൽ അക്ബർ എന്ന പദവിയിലെല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസ്ഹറിന്റെ സുപ്രീം കമാൻഡറാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം 2017 വന്നു. അത് ഇന്നും അസ്ഹറിന്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അറബി അറിയാവുന്ന ആർക്കും നിലവിൽ ഇപ്പോൾ ഈ നിമിഷം അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. 2017 ഒക്ടോബർ 11 മുതൽ ഇത് അസ്ഹർ ഷരീഫിന്റെ സൈറ്റിൽ കിടക്കുന്നുണ്ട്. അത് ഈ സൗത്തുൽ അസ്ഹർ എന്ന അസ്ഹർ ഷരീഫിന്റെ സൈറ്റിലുണ്ട് ഈ വിഷയം. അവിടെ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന അദ്ദേഹം പറയുന്നത് അഷാറ ഷെയ്ഖുൽ അസ്ഹർ ഷരീഫ് അന്ന تهديد سن السيدة عائشة رضي الله عنها وقت زواج النبي صلى الله عليه وسلم منها ب5 أو 6 أو 7 أمر صعب جدا. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നത് വിവാഹം ചെയ്യുന്നത് 5 6 7 അതല്ല അതിനപ്പുറമാണോ എന്നുള്ളത് സ്വഅബുൻ ജിദ്ദൻ, അത് ഇന്ന് കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് എന്ന് ഇത് വളരെ ചിന്തിക്കണം. ഇതാരാ പറയുന്നത്? ഈ സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞ ആയിഷ ബിയുടെ വാക്കുകളൊക്കെ ജീവിതം മുഴുവൻ പഠിച്ചും പഠിപ്പിച്ചും കലക്കി കുടിച്ച മനുഷ്യന്മാരാണ് ഈ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം.
ഇതൊന്നും കാണാത്തവരാണോ? അതായത് ആയിഷ ബീബി ഇന്ന 6-ാം വയസ്സിൽ കെട്ടി 9-ാം വയസ്സിലാണ് ദാമ്പത്യം തുരങ്കേറി എന്ന ആയിഷ ബീവിയുടെ പേരിൽ അവിടെ നിലനിൽക്കുന്ന ആ വാക്ക് പഠിച്ചവരെന്നാണല്ലോ. അതൊക്കെ കലക്കി കുടിച്ച് അതിനപ്പുറം പഠിച്ച് ജാമിയത്തുൽ അസ്ഹർ ഷെരീഫിലെ സുപ്രീം ലീഡറാണ് ഈ മനുഷ്യൻ. അതായത് അസ്ഹർ ഷെരീഫിലെ ഷെയ്ഖുൽ അസ്ഹർ മാത്രമല്ല അൽ ഇമാമുൽ അക്ബർ. അവരാണ് വ്യക്തമാക്കുന്നത് ഇത് മനസ്സിലാക്കിയെടുക്കുക എന്നത് ഇന്ന് വളരെ പ്രയാസകരമായ കാര്യമാണ്. അശ്ശഖ്സിയാത്തുൽ കുബ്റാ ഫി താരീഖിൽ ഇസ്ലാമി മിൻ ഉലമാഇ വ മുഫക്കരീൻ وفلاسفة وغيرهم حتى الذين عاشوا في القرن الخامس الميلادي يصعب جدا. അതായത് ആ 5-ാം നൂറ്റാണ്ടിലും മറ്റൊക്കെ ജീവിച്ച ആളുകളുടെ താരീഖുൽ മീലാദ് കണ്ടുപിടിക്കുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. أن تعثر على تاريخ واحد أو سنة واحدة لتاريخ ميلاده ولقد شقيت من أجل أن أعثر على سنة واحدة تحديد تاريخ ميلاد الفيلسوف الذي كان موضوع رسالة الدكتورة الخاصة بي. ഞാൻ ഡോക്ടറേറ്റിന് പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു തത്വചിന്തകന്റെ മായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ആ തത്വചിന്തകന്റെ താരീഖുൽ മീലാദ് ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ സംഗതിയായി. അത് 1 മുതൽ 10 വരെ അഭിപ്രായങ്ങളുണ്ടായി. പല അഭിപ്രായങ്ങളും ആ വിഷയത്തിലുണ്ടായി. അതിന് അക്കാലഘട്ടത്തിന് എന്നാണ് ഇവർ ജനിച്ചത് എന്നത് മനസ്സിലാക്കിയെടുക്കുക എന്നത് വളരെ പ്രയാസകരമാണ്. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യന്മാർ വാദിക്കുന്നത്? ആയിഷ ബീവിക്ക് നബി കല്യാണം കഴിച്ചപ്പോൾ 6 വയസ്സ് 5 വയസ്സ് 7 വയസ്സൊക്കെ. ഇന്ന് ഇവർ പറയാൻ എന്ത് ന്യായമാണ് അത് കൃത്യമാക്കാൻ? എന്ത് ന്യായമാണ് ഇവർക്ക് പറയാൻ കഴിയുക? അതുകൊണ്ട് ആയിഷ ബീവിയെ 6-ാം വയസ്സിൽ റസൂൽ കെട്ടി 9-ാം വയസ്സിൽ ആയിഷ ബീവിയുമായി ദാമ്പത്യം ആരംഭിച്ചു എന്നത് ഇന്ന് മനസ്സിലാക്കാൻ എടുക്കാനേ കഴിയാത്ത ഒരു വിഷയമാണ്. അവിടെ ഒരിക്കലും അവിടുന്ന് വിട്ടുപോകാതെ അതങ്ങനെ തന്നെയാണ് എന്ന് വാദിക്കാൻ കൃത്യമാക്കാനോ ഇന്ന് ഒരാൾക്കും കഴിയില്ല. ഇതാണ് 2017 മുതൽ ഈ സ്റ്റേറ്റ്മെന്റ് 2017 ഒക്ടോബർ 11-ാം തീയതി മുതൽ സൗത്തുൽ അസ്ഹർ എന്ന അസ്ഹർ ഷെരീഫിന്റെ സൈറ്റിൽ ഈ സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നുണ്ട്. ഇന്നുമുണ്ട്. പഠിക്കുന്നവർക്കും പരിശോധിക്കുന്നവർക്കും മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. 2017 അദ്ദേഹം ആ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ 2022 അദ്ദേഹം കാര്യത്തെ വളരെ കൃത്യമാക്കി പറയുന്നുണ്ട്. കാരണം ഭൗതികവാദികൾക്ക് ഈ വിഷയത്തിൽ പഠിച്ച് മറുപടി കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല ഈ വിഷയം പഠിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. 2017 5 വർഷങ്ങൾക്ക് ശേഷം ഈ മഹാപണ്ഡിതൻ ഈ വിഷയത്തിൽ വളരെ വളരെ വലിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് തീർപ്പ് കൽപ്പിക്കുകയാണ്. 2022 ജൂൺ മാസത്തിൽ അദ്ദേഹം ജൂൺ 19 അൽവത്തൻ പത്രം അദ്ദേഹത്തിന്റെ തീർപ്പ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എന്താണ് ഹെഡിങ്? ഹൽ തസവ്വജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന സയ്യിദത്തി ആയിഷ ഫീ സിന്നി 9 സനവാത്ത്. ചോദ്യചിഹ്നം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിയെ കെട്ടിയത് 9 വയസ്സിലോ? ഷെയ്ഖുൽ അസ്ഹർ യഹ്സിമുൽ ജദൽ. ഈ വിഷയത്തിൽ ഉള്ള തർക്കത്തിന് ഷെയ്ഖുൽ അസ്ഹർ തീർപ്പ് കൽപ്പിക്കുന്നു. അതായത് ഇനി അതിൽ തർക്കം വേണ്ട. ഈ വിഷയത്തിന്റെ അന്തിമമായ വാക്ക് തീർപ്പ് കൽപ്പിച്ച് പറയുന്നു ഷെയ്ഖുൽ അസ്ഹർ യഹ്സിമുൽ ജദൽ. ഈ തർക്കത്തിന് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ അസ്ഹർ അൽ ഇമാമുൽ അക്ബർ ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ് ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിച്ചു പറയുന്നു, തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അൽവത്തൻ പത്രം 2022 ജൂൺ 19 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. وفي المقابل رد الإمام الأكبر الدكتور أحمد الطيب شيخ الأزهر على ما أثير حول جدال زواج النبي صلى الله عليه وسلم من السيدة عائشة وهي 9 سنوات. ഇമാമുൽ അക്ബർ അഹ്മദ് ത്വയ്യിബ് ഷെയ്ഖുൽ അസ്ഹർ
അദ്ദേഹം തള്ളിക്കളഞ്ഞു. അലാമ ഉസീറ തങ്ങൾ 9 വയസ്സിലാണ് ആയിഷ ബീവിയെ കല്യാണം കഴിച്ചത് എന്ന് ഭൗതികവാദികൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന പ്രപ്പകണ്ടക്ക് അഹമ്മദ് തയ്യിബ് ആ പ്രപ്പകണ്ടയെ തള്ളിക്കളഞ്ഞു. ദായിമൻ ഖായിലൻ, അദ്ദേഹം പറഞ്ഞുകൊണ്ട് എന്താ പറഞ്ഞു, ദായിമൻ മാ യുസാറു അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ മിന സയ്യിദത്തി ആയിഷ റളിയല്ലാഹു അൻഹാ വഹിയ സഗീറ ബിൻതു 9 സനവാത്ത്. 9 വയസ്സിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി ദാമ്പത്യ ബന്ധം ആരംഭിച്ചത് എന്ന് വളരെ വലിയ പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കി നടക്കുന്ന ഭൗതികവാദികൾ അത് പറയുന്നത് 100% തെറ്റാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല. അതായത് 6-ാം വയസ്സിലല്ല കല്യാണം കഴിക്കുന്നതും 9-ാം വയസ്സിലല്ല അവരുടെ ദാമ്പത്യം ആരംഭിക്കുന്നതും. ആ വിഷയത്തിൽ ഭൗതികവാദികൾ കൊണ്ടുവരുന്ന പ്രൊപ്പഗണ്ട 100% തെറ്റാണ്, അബദ്ധ ജഡിലമാണ്. വൽ ഹഖീഖ, അദ്ദേഹം പറയുന്നു വൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ഞാൻ ഈ വിഷയം ബാദ ഖിറാഅത്തിൻ കസീറ മഅൽ അദീബിൽ അംലാഖ് അബ്ബാസ് അൽ അഖാദ്, ഈ വിഷയത്തിൽ വലിയ വലിയ പഠനങ്ങൾ ഞാൻ നടത്തി. പ്രത്യേകിച്ച് മഹാപണ്ഡിതനായ മഹാതത്വചിന്തകനായ അബ്ബാസ് അഖാദിന്റെ ഗ്രന്ഥം വരെ ഈ വിഷയത്തിൽ ഞാൻ പരിശോധിച്ചു. അപ്പോൾ വൽ ഹഖീഖ, എനിക്ക് ബോധ്യപ്പെട്ട സത്യം, യാഥാർത്ഥ്യം, അന്ന സയ്യിദ ആയിഷ ഹീന തസവ്വജത് മിന റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹിതയാവുന്നത്, അതായത് സിവാജ് നടക്കുന്നത് പോലും കാന ലാ യഖിൽ ഉംറുഹാ അൻ 13 ഇലാ 16 സന, 13-16 ആ ഒരു സമയമാണ്. 13 മുതൽ 16 വരെയുള്ള സമയമാണ് വിവാഹം നടക്കുന്നത്. അതാണ് നേരത്തെ അഹമ്മദ് കരീമയും പറഞ്ഞത് 16-ലാണ് വിവാഹം നടക്കുന്നത് എന്ന്. അതായത് അത് കഴിഞ്ഞ് പിന്നെ 2-3 വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ തമ്മിൽ ദാമ്പത്യം തുടങ്ങുന്നത്. അപ്പൊ പറഞ്ഞ ക്ലിയറായി. എങ്ങനെ 16 വയസ്സോളം ആകാം വിവാഹം നടക്കുമ്പോൾ തന്നെ, 18-നോ അതിനു മുകളിലോ ആണ് അവർ തമ്മിലുള്ള ദാമ്പത്യം ആരംഭിക്കുമ്പോൾ. വൽ ഹഖീഖ, അതാണ് യാഥാർത്ഥ്യം. അതിൽ യാതൊരു തർക്കവും ഇല്ല, അതിൽ യാതൊരു സംശയവും ഇല്ല. ഇത് വളരെ യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇത് അബ്ബാസുൽ അഖാദിനെ ഈ വിഷയത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അബ്ബാസുൽ അഖാദ് എന്ന വ്യക്തി ലോക പ്രശസ്തനായ ഒരു തത്വചിന്തകനും ഈജിപ്ഷ്യൻ തത്വചിന്തകനും വലിയ ഒരു ഉന്നതനായ വ്യക്തിയുമാണ്. ഈ അനവധി വിഷയങ്ങൾ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട്. AD 1889-ലാണ്, അതായത് 1889-ലാണ് അദ്ദേഹത്തിന്റെ ജനനം. മരണം 1964-ലാണ്. 1964-ൽ മരിച്ചു അബ്ബാസുൽ അഖാദ്. അബ്ബാസുൽ അഖാദിന്റെ അസ്സുദ്ദീഖ ബിൻതു സിദ്ദീഖ് എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിന്റെ ഫ്രണ്ട് പേജാണ് ഇത്. അസ്സുദ്ദീഖ, ഇവിടെ അബ്ബാസുൽ അഖാദിനെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. ഞാൻ അബ്ബാസുൽ അഖാദ് അടക്കമുള്ള പലരെയും ഞാൻ ഈ വിഷയത്തിൽ പഠിച്ചു. അതായത് 2017-ൽ ഇത് പഠിച്ചെടുക്കൽ പ്രയാസകരമാണെന്ന് പറഞ്ഞ ഷെയ്ഖുൽ അസ്ഹറായ ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ് 2022-ൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റാണ് എന്ത്, ഞാൻ ഈ വിഷയത്തിൽ വലിയ പഠനം ഈ 5 കൊല്ലത്തിനിടയിൽ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അബ്ബാസുൽ അഖാദ് എന്ന മഹാപണ്ഡിതന്റെ മഹാഗവേഷകന്റെ അസ്സുദ്ദീഖ ബിൻത് സിദ്ദീഖ് അടക്കമുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ വളരെ വലിയ പഠന വിധേയമാക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വിവാഹത്തിന് തന്നെ 13-16 ഇട. അപ്പോൾ മറ്റു പണ്ഡിതന്മാർ പറയുമായി യോജിച്ചു. അപ്പോൾ പിന്നെ അവർ തമ്മിൽ ദാമ്പത്യം തുടങ്ങുന്നതോ 18-നും അതിനു മുകളിലും. അപ്പോൾ വിഷയങ്ങൾ ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്ലാമിനെ പൊളിക്കാൻ നടക്കുകയും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കാനും ജനമധ്യത്തിൽ ആക്ഷേപിക്കാനും മുസ്ലിം യുവാക്കളുടെ ഈമാൻ തെറ്റിക്കാനും നടക്കുന്നവർ പറയുന്നത് 100% കളവാണ്. ആരാണിത് പറയുന്നത്? ഇന്നീ സുന്നി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതരിൽ ഒരാളായ ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ്. അദ്ദേഹം ഇന്നും അസ്ഹർ ഷരീഫിന്റെ ഗ്രാൻഡ് മുഫ്തിയാണ്, അൽ ഇമാമുൽ അക്ബറാണ്, ഷെയ്ഖുൽ അസ്ഹറാണ്. ആ വ്യക്തിയാണ് ഇത് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അതായത് ഇതെല്ലാം വളരെ വ്യക്തമായ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ആർക്കും ഇതൊക്കെ ഇപ്പോഴും പഠിക്കാം. പഴയ കാലത്ത് 35-45 കൊല്ലം മുമ്പ് ഏതോ ദർസിൽ നോക്കി ഇപ്പോഴും പാടി നടക്കണ്ട. അന്ന് അതിന് പ്രശ്നമൊന്നുമില്ല. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ബഹളാണ് ഹബീബാ നബിക്കെതിരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മളൊരു കളവുണ്ടാക്കല്ല ചെയ്യുന്നത്, നമ്മളത് പഠിച്ചൊരു സത്യത്തിൽ എത്തിച്ചേരുക. അപ്പോൾ ആ സത്യത്തിൽ എത്തിച്ചേർന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്ലാമിക സ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണല്ലോ ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ്. നിങ്ങൾക്കറിയാലോ, അദ്ദേഹം ഷെയ്ഖുൽ അസ്ഹർ ആണ്, അൽ ഇമാമുൽ അക്ബർ ആണ് അസ്ഹറിന്റെ. ആ മനുഷ്യൻ തീർപ്പ് കൽപ്പിച്ച് പറയാണ്, ഒരിക്കലും ഈ വിഷയം 6-ന്റെയും 9-ന്റെയും ഇടയിലല്ല, ഇത് 16 എങ്കിലും ആണ് വിവാഹം. പിന്നെയോ അവർ തമ്മിൽ വീട്ടിൽ കൂടി ഒരു റൂമിൽ താമസിക്കുമ്പോൾ പിന്നെയും 2-3 കൊല്ലം കഴിഞ്ഞു, 18-നോ 19-നോ ഇതിനും അപ്പുറത്തോ ആയിരിക്കാം. ഇതാണ് ഈ വിഷയത്തിൽ തീർപ്പ്. 6-9 തള്ളിക്കളയേണ്ടതാണ്. അതെവിടെയാണെങ്കിലും അത് തള്ളിക്കളയേണ്ടതാണ്. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞ പിന്നെ മറ്റൊരു അയാഥാർത്ഥ്യം എന്നല്ല ഇതിന്റെ അർത്ഥം. വല്ല ഹക്കീക്കത്ത് ഇങ്ങനെയാണ്, ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ് ഉസ്താദ്മാരെ? അത് നിങ്ങൾ പറയും. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു തള്ളിക്കളയേണ്ടതാണെന്നല്ലേ എന്റെ അർത്ഥം. അതല്ലേ ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞത്. ഈ റിവായത്ത് ദുർബലമാണ്. എന്നെ ചെണ്ട കൊട്ടിയ ആളുകൾ കാര്യമായി ഉദ്ധരിച്ചത് ബുഖാരിയിൽ കിടക്കുന്ന ഒരു വാക്ക് ഞാൻ ദുർബലമാണെന്ന് പറഞ്ഞല്ലേ. അവർ പറഞ്ഞത് ഇതാണ് യാഥാർത്ഥ്യം, മറ്റൊരു അതിന്റെ അർത്ഥം പൊളിഞ്ഞു, അതില്ലാത്ത യാഥാർത്ഥ്യമാണ്. ഒന്ന്, നേരത്തെ അഹമ്മദ് കരീം എന്താ പറഞ്ഞത്? അത് ജഹ്ലുൻ വഖിദ്ബുൻ, അത് വിഡ്ഢിത്തരമാണ്, നുണയാണ്. മറ്റൊരു പ്രധാന സുന്നി പണ്ഡിതനാണ്, ഈജിപ്തിലെ പ്രധാനപ്പെട്ട അസ്ഹരി പണ്ഡിതന്മാരിൽ ഒരാളും മുഹദ്ദിസും, ഈജിപ്ത് ഗവൺമെന്റിന്റെ സുപ്രീം കൗൺസിൽ ഫോർ ഇസ്ലാമിക് അഫയേഴ്സ് അംഗവും, അതായത് ഉലൂം മജ്ലിസിൽ അഅ്ലാ ലിശ്ശുഊനിൽ ഇസ്ലാമിയ, അതായത് ഈജിപ്ഷ്യൻ എൻഡോമെന്റ് മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട അംഗവും ഇമാമും പ്രഭാഷകനും പ്രൊഫസറും എല്ലാമായ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഷെയ്ഖ് ഖാലിദുൽ ജിൻദി. അദ്ദേഹം ഇതേ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളാണ്. അദ്ദേഹം പ്രഗത്ഭനായ സുന്നി പണ്ഡിതനാണെന്ന് മാത്രമല്ല ഈജിപ്തിലെ ഏറ്റവും അറിയപ്പെട്ട, അതായത് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉലൂൽ മജ്ലിസിൽ അഅ്ലാ ലിശ്ശുഊൻ ഇസ്ലാമിയ അതിൽ പ്രധാനപ്പെട്ട അംഗമാണ് അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട അറിയപ്പെട്ട സുന്നി ലോകത്തറിയപ്പെട്ട പ്രധാനപ്പെട്ട സുന്നി പണ്ഡിതരിൽ ഒരാളാണ് ഖാലിദുൽ ജിൻദി. അദ്ദേഹത്തിന്റെ വീക്ഷണവും ഹബീബാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന സമയത്ത് അവർക്ക് 16-17 വയസ്സുണ്ടായിരുന്നുവെന്നും ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 20-നോ അതിൻ്റെ മുകളിലോ വയസ്സുണ്ടായിരുന്നു എന്നുമുള്ള അഭിപ്രായമാണ് ഖാലിദുൽ ജിൻദിയുടെ പ്രധാനപ്പെട്ട അഭിപ്രായം. കൂട്ടത്തിൽ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട, അദ്ദേഹം ഈജിപ്തിൽ എന്ന് മാത്രമല്ല ലോകത്തെ അറിയപ്പെടുന്ന ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഈജിപ്തിലെ അദ്ദേഹത്തിന്റെ ഒരു ആഴ്ചയിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണമാണ് ലഅല്ലഹും യഫ്ഖഹൂൻ. 63 ലക്ഷം പ്രേക്ഷകരാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഈ ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന ഷെയ്ഖ് ഖാലിദുൽ ജിൻദിയുടെ ഈ പ്രഭാഷണം ശ്രവിക്കുന്നവർ ലോകത്ത് 63 ലക്ഷത്തിലേറെ ആളുകളാണ്. അദ്ദേഹത്തിന് DMC TV ചാനലിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന പ്രഭാഷണം വീക്ഷിക്കുന്നവർ ലോകത്ത് 63 ലക്ഷം ആളുകൾ സ്ഥിരം പ്രേക്ഷകരാണ്. അദ്ദേഹം ഈ ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന പരിപാടിയിൽ പല തവണയും ഈ വിഷയം പറഞ്ഞു. ഒരു തവണയും 2 തവണയല്ല, പല തവണ ഒരു ജീവിതത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി ഈ മഹാപണ്ഡിതൻ സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ആ കളവ് പറഞ്ഞ് നടക്കരുത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് അതായത് 17-18 പ്രായമായിട്ടുണ്ട്. അവർ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ 20-നോ അതിൻ്റെ മുകളിലോ ഉണ്ട് എന്ന ഈ വിഷയം ലോകത്ത് മുന്നിൽ വെക്കുകയും സമർത്ഥിക്കുകയും അതിനുവേണ്ടി ധാരാളം പരിപാടികൾ നടത്തുകയും ചെയ്ത ആളാണ് ഖാലിദുൽ ജിൻദി. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അല്പഭാഗം നമുക്കൊന്ന് കാണാം.
مع أني أختلف معك يا دكتور رمضان، لأننا لا أؤمن أبدا أن النبي صلى الله عليه وسلم بنى بعائشة وهي بنت 9 سنين. نعم. والكلام ده قلته مع الأستاذ الإعلام الكبير عمرو أديب لما كنت في الأوربت معاه. نعم. من أكتر من 20 سنة، من أكتر من 20 سنة، يمكن كنت أول واحد يعلن الكلام ده على الهواء مباشرة، وعملت بحث لطيف فيه قوي، والبعض بعد كده قفز عليه وقعد يقول لك انا اللي اكتشفت، مفيش اكتشاف ولا. بس هو بالمناسبه مش مهم من يحمل المشعل، المهم ان يبقى منيرا يعني. فانا عاوز اقول انه من اكتر من 20 سنه وقلت انه لا يمكن ابدا طبقا لاسباب كثيره جدا انه النبي اتجوز عائشه عندها 9 سنين. لا، هي عائشه كان عندها اغلب تقدير من 17 ل 18 سنه يوم بنى بها النبي صلى الله عليه وسلم. وذكرت في هذا ادله. ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് വ്യക്തമായി ധാരാളം തവണ അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന വിഷയമാണിത്. അതായത് ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9-ാം വയസ്സിലാണ് അവരുമായി ദാമ്പത്തിക ശാരീരിക ജീവിതം ആരംഭിച്ചു എന്നുള്ളത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാനേ കഴിയാത്ത ഒരു കാര്യമാണ്. വിവാഹം നടക്കുമ്പോൾ 17-ഓ 18-ഓ വയസ്സ്, ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 20-ഓ 20-ലേറെയോ, അതല്ലാതെ എനിക്ക് അംഗീകരിക്കാനേ കഴിയൂല. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്ന് വളരെ വ്യക്തമായി ഈ മഹാപണ്ഡിതൻ ഖാലിദുൽ ജുന്ദി പറയുന്നത് വ്യക്തമായി നിങ്ങൾ കേൾക്കണം. ഇനി അദ്ദേഹം ധാരാളം ഈ വിഷയത്തിൽ കൊടുത്തത് പത്രങ്ങൾ, അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ, പ്രധാനപ്പെട്ട ഈജിപ്തിലെ പത്രങ്ങളിൽ ഒന്നാണ് അൽ യൗമുസ് സാബിഅ. ആ യൗമുസ് സാബിഅ അദ്ദേഹത്തിന്റെ 2019 അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഖാലിദുൽ ജുന്ദി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാണ്. സിവാജുൽ ഖാസിറാത്തി ഹറാം വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ സയ്യിദ ആയിഷ വലം തകുൻ തുഫ്ല. അതായത് ശൈശവ വിവാഹം തീർച്ചയായും ഹറാമാണ്. അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അൽ യൗമുസ് സാബിഅ എന്ന ഈജിപ്തിലെ പത്രം 2019 ജനുവരി 10 വ്യാഴാഴ്ച ദിവസമുള്ള ഇറങ്ങിയ പത്രം അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ വലിയ പ്രാധാന്യത്തോടുകൂടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്രകാരം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഈജിപ്തിലെ പ്രധാനപ്പെട്ട പത്രമായ ദുനിയൽ വതനിൽ വരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക. ഖാലിദുൽ ജുന്ദി النبي صلى الله عليه وسلم تزوج السيدة عائشة وهي بنت 17 عام. ഖാലിദുൽ ജുന്ദി വ്യക്തമാക്കുന്നു, ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ, വീട്ടുകുടുംബമല്ല, നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ, കല്യാണം കഴിക്കുമ്പോൾ തന്നെ ആയിഷ ബീവിക്ക് 17 വയസ്സ് ഉണ്ട്. പിന്നെ ഒരു 20-ഓ അതിന് മുകളിലോ ആണ് ആയിഷ ബീവിയും നബിയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ആരംഭിക്കുമ്പോൾ 20-ഓ അതിന് മുകളിലോ ഉണ്ട്. അതായത് ഈ വിഷയം ലഅല്ലഹും യഫ്ഖഹൂൻ قال الشيخ خالد الجندي عضو المجلس الاعلى للشؤون الاسلاميه എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം DMC ചാനലിൽ വന്ന അത് പത്രം കൊടുക്കുന്ന വതാബ അൽ ജുന്ദി ഖിലാല ഹൽഖത്തി ബർനാമജ് ലഅല്ലഹും യഫ്ഖഹൂൻ എന്ന ടെലിവിഷൻ പരിപാടിക്ക് ഇടയിൽ അദ്ദേഹം പറഞ്ഞു, അന ലാ ഉമിനു ബിസിവാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആയിഷ വഹിയ ഫിത്താസിഅതി മിനൽ ഉംരി. അന ലാ ഉമിനു, ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല, ബിസിവാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സയ്യിദത്തി ആയിഷ, ആയിഷ ബീവിയെ ഫിത്താസിഅതി മിനൽ ഉംരി 9-ാം വയസ്സിലാണ് ഹബീബ റസൂലുള്ളാഹി വിവാഹം കഴിച്ചത് എന്നത് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ലാകിന്നഹു, എങ്കിലും കാനത്ത് തഖരീബൻ ബിൻത് 17 ഔ 18 സന, അതായത് കല്യാണം കഴിക്കുമ്പോൾ നിക്കാഹ് ചെയ്യുമ്പോൾ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഹബീബ റസൂലുള്ളാഹി അവരെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ 17 18 വയസ്സുണ്ട്. لأدلة كثيرة منها أنها كانت مخطوبة قبل النبي صلى الله عليه وسلم. നേരത്തെ അവര് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്ന മുമ്പ് വേറൊരു വിവാഹം നിശ്ചയിക്കപ്പെട്ടതാണ് ജുബൈർ ഇബ്നു മുത്ഇം എന്ന വ്യക്തിയുമായി. നേരത്തെ തന്നെ ഹബീബ ആയിഷ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ കരാറായിട്ടുണ്ട് ജുബൈർ ഇബ്നു മുത്ഇമിന്. പിന്നീട് ആ ബന്ധത്തെ പിന്നെ ദുർബലപ്പെടുത്തപ്പെട്ടു. ഇസ്ലാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ പ്രവേശിച്ച കാരണത്താൽ അത് പിന്നെ ദുർബലപ്പെടുത്തി പിന്നെ പുതിയ നിക്കാഹ് നടത്തുകയാണ് ചെയ്തത്. അപ്പോൾ 6-ാം വയസ്സിലാണ്
റസൂൽ കല്യാണം കഴിക്കണമെങ്കിൽ 3ലോ 4ലോ 5ലോ ഒക്കെ തന്നെ ജുബൈർ ബിൻ മുത്തൈമിന് കെട്ടിച്ചു കൊടുക്കാൻ കരാറായിരുന്നു എന്ന് പറയുന്നത് എന്തൊരു തരം വിഡ്ഢിത്തമാണ്. അതൊരിക്കലും ശരിയല്ല. ധാരാളം തെളിവുകൾക്കിടയിൽ പറഞ്ഞ ഒരു തെളിവാണ് അത് എന്ന് അൽ വത്തൻ പത്രം, ദുനിയൽ വത്തൻ പത്രം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ ലഅല്ലഹും യഫ്ഖഹൂൻ 63 ലക്ഷത്തിലേറെ പ്രേക്ഷകരുള്ള ആ പരിപാടിക്കിടയിൽ അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പത്രം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ അഭിപ്രായം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ പണ്ഡിതനാണ് സലാഹുദ്ദീനുൽ ഇദ്ലിബി. അദ്ദേഹം മൊറോക്കോയിലെ വിഖ്യാതമായ ദാറുൽ ഹസനിയയിൽ നിന്ന് 1980 ഹദീസ് ശാസ്ത്രത്തിൽ PhD നേടിയ പണ്ഡിതനാണ്. മാത്രമല്ല ലോകത്തെ അടിസ്ഥാനപരമായ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയായ ഖറവീൻ യൂണിവേഴ്സിറ്റിയിൽ ഹദീസ് വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. മാത്രമല്ല ലോകത്തെ അറിയപ്പെടുന്ന, അതായത് സനദുകളിലും മത്തനുകളിലും ഗവേഷണത്തെ ലോകത്തെ എണ്ണപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അഹ്ലുസ് സുന്നയുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. നേരത്തെ അദ്ദേഹത്തെ ഞാൻ ഉദ്ധരിച്ച് സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇദ്ലിബി വഹാബിയാണ്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറയാനില്ല. ഇന്ന് ലോകത്തെ അശ്അരി പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് സലാഹുദ്ദീൻ ഇദ്ലിബി, തർക്കമില്ല. അതേ സമയത്ത് ഫിഖ്ഹിലെ തഖ്ലീദ് അഖീദയിലില്ല. അശ്അരി ആകുമ്പോൾ തന്നെ ഫിഖ്ഹിലെ ശാഫിഈ എന്ന് പറയുമ്പോൾ അതായത് ഫിഖ്ഹിലെ അതേ തഖ്ലീദ് അഖീദയിലില്ല എന്നത് സുവിദിതമായ സത്യമാണ്. അപ്പോൾ അശ്അരി തന്നെയാണ് അദ്ദേഹം, യാതൊരു തർക്കമല്ല. ഒരിക്കലും അദ്ദേഹം വഹാബി അല്ല. അശ്അരിയത്തിന് വേണ്ടി, അശാഇറത്തിന് വേണ്ടി ലോകത്തിന്ന് വാദിക്കുന്ന മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനിൽ ഒരാളാണ് സലാഹുദ്ദീൻ ഇദ്ലിബി. അപ്പൊ അദ്ദേഹം ഇതുപോലും മനസ്സിലാക്കാതെ ചില ആളുകൾ എനിക്കെതിരെ ഈ വിഷയത്തിൽ ഇദ്ലിബി വഹാബിയാണ്, ഇദ്ലിബിയെ ഉദ്ധരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ അവരോട് മറുപടി പറയാൻ നമുക്ക് വാക്കുകളില്ല. എന്തുകൊണ്ട്? അതൊക്കെ അടിസ്ഥാന വസ്തുത പോലും മനസ്സിലാക്കാതെ പറയുന്ന വാക്കുകളാണ്. അതിന് മറുപടിയും ഞാൻ പറയുന്നില്ല. അപ്പൊ ലോക പ്രശസ്ത അശ്അരി ശാഫിഈ പണ്ഡിതരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇദ്ലിബി. ഞാൻ ഭംഗ്യന്തരേണ കൂട്ടത്തിൽ നേരത്തെ ഇദ്ലിബിയെ കുറിച്ച് വിശദമായി അദ്ദേഹത്തിന്റെ ചർച്ച ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ ഭംഗ്യന്തരേണ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉംറു സയ്യിദ ആയിഷ യൗമൽ അഖ്ദി വ യൗമൽ സിവാജ് എന്ന അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായി പുറത്തുവിട്ട പഠനത്തിൽ അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, അൽ ഹദീത്തുൽ വാരിദു ഫീ തഹദീദി ഉംരി ആയിഷ ബി6 സനവാത്തിൻ യൗമൽ അഖ്ദി, വിവാഹം നടക്കുമ്പോൾ 6 ആണെന്നും വബി 9 സനവാത്തിൻ യൗമൽ സിവാജി സഹീഹുൽ ഇസ്നാദി, അത് സനദ് സഹീഹ് തന്നെ. വലാകിന്നഹു മുഖാലിഫുൻ ലിൽ ഖറാഇൻ താരീഖിയത്തി സാബിത, അത് താരീഖിൽ വന്ന കൃത്യമായി ബോധ്യപ്പെട്ട സത്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അതൊരു ധാരണപ്പുറത്തെ ആയിഷ ബീവി പറഞ്ഞതാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അന്നൽ ഹദീത ഇദാ ഖാലഫ മത്നുഹു മാ ഹുവ അഖ്വ സുബൂതൻ മിൻഹു മിൻ സവാബിത്തി താരീഖ്, താരീഖിൽ ബലപ്പെട്ട സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങൾക്കെതിരെ ഒരു സഹീഹ് ഒരു ഹദീത്തിന്റെ മത്ന് വന്നാൽ അതിന്റെ സനദ് സ്വഹീഹാണെങ്കിൽ പോലും ഫഇന്നഹു യുറദ്ദു, ആ വാക്ക് തള്ളപ്പെടേണ്ടതാണ്. അത് തള്ളപ്പെടേണ്ടതാണ്. അതൊരു കലനിൽ പറഞ്ഞതായിരിക്കാം, അത് തള്ളപ്പെടേണ്ടതാണ്. അതൊരിക്കലും അംഗീകരിക്കപ്പെടേണ്ടതല്ല എന്ന് വളരെ വ്യക്തമായി ഈ പഠനത്തിന്റെ അവസാന ഭാഗത്ത് വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുർക്കിയിലെ ഈജിപ്തിലെ പണ്ഡിതന്മാരുടെ വീക്ഷണം, അതേപോലെ തന്നെ സിറിയയിലെ പണ്ഡിതന്മാർ ഈ വിഷയത്തിലുള്ള വീക്ഷണങ്ങൾ, പല പണ്ഡിതന്മാരുടെയും ബലപ്പെട്ട വീക്ഷണങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി പ്രധാനമായുള്ള സുന്നി സൂഫി വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണല്ലോ തുർക്കി. പൗരാണികമായ സംസ്കാരങ്ങളുള്ള ധാരാളം സുന്നി സൂഫികളുള്ള രാജ്യമാണ് തുർക്കി. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കിയിൽ പ്രധാനപ്പെട്ട സുന്നി സൂഫി വിഭാഗങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട മഹ്മൂദ് അഫന്ദിയുടെ വിഭാഗം. ആ മഹ്മൂദ് അഫന്ദിയുടെ അദ്ദേഹം ലക്ഷക്കണക്കിന് മുരീദുമാരുള്ള കൂട്ടത്തിൽ ഞാൻ ആദ്യമായി പറയട്ടെ, ഈ 3 വിഭാഗത്തിലും, അതായത് സുന്നി സൂഫി വിഭാഗങ്ങൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സുന്നി സൂഫി വിഭാഗങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് മഹ്മൂദ് അഫന്ദിയുടെ കീഴിലുള്ള വിഭാഗം,
രണ്ട് നാസിം ഹക്കാനിയുടെ കീഴിലുള്ള വിഭാഗം, മറ്റൊന്ന് ഫത്തുഹുല്ലാ ഗുലാമിൻ്റെ കീഴിലുള്ള വിഭാഗം. ഇതാണ് പ്രധാനപ്പെട്ട സുന്നി സൂഫി മൂവ്മെൻറ്റുകൾ തുർക്കിയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വിഭാഗം നമുക്ക് എടുക്കാം. ഒന്ന്, ലക്ഷക്കണക്കിന് മുരീദുമാരുണ്ടായിരുന്ന മഹ്മൂദ് അഫന്ദിയുടെ വിഭാഗം. ഷെയ്ഖ് മഹ്മൂദ് അഫന്ദി 2022 കോവിഡിന്റെ ആ പ്രധാനപ്പെട്ട ആ ഒരു സമയത്താണ് മഹ്മൂദ് അഫന്ദി മരിക്കുന്നത്. എന്നിട്ട് പോലും 30 ലക്ഷം ആളുകളാണ് അദ്ദേഹത്തിന് മൈത്തിസ്കരിച്ചത്. അന്ന് 30 ലക്ഷം. ഷെയ്ഖ് മഹ്മൂദ് അഫന്ദി മരണപ്പെടുമ്പോൾ 30 ലക്ഷം ആളുകളാണ് അന്ന് 2022 കോവിഡ് പൂർണ്ണമായി ഭേദപ്പെടാത്ത ആ സമയത്ത് അദ്ദേഹത്തിന് മൈത്തിസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അഹമ്മദ് മുഹമ്മദ് ഉല്ലു അഫന്ദി. അദ്ദേഹം ഈ അഭിപ്രായക്കാരനാണ്. അദ്ദേഹത്തിന്റെ വീക്ഷണ പ്രകാരം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുമ്പോൾ വിവാഹം ചെയ്യുമ്പോൾ വിവാഹം ചെയ്യുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 17 വയസ്സെങ്കിലും ഉണ്ടായിരുന്നു എന്ന വീക്ഷണക്കാരനാണ് ബഹുമാനപ്പെട്ട ഉല്ലു അഫന്ദി. അതായത് മഹ്മൂദ് അഫന്ദിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനായ, അദ്ദേഹത്തിന് നേരിട്ട് വിജ്ഞാനങ്ങളും മനസ്സിലാക്കുകയും സംശയങ്ങൾ തീർക്കുകയും ചെയ്ത വ്യക്തിയായ ബഹുമാനപ്പെട്ട ഉല്ലു അഫന്ദിയുടെ വീക്ഷണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കുന്ന സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 16 വയസ്സിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നാണ്. 2020 അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ഇത്. ടർക്കിഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വാലിദെ മിസിൻ എവലിലി കിയാസി. ഇതൊരു ടർക്കിഷ് ഭാഷയിലാണ്. അതായത് ഞങ്ങളുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം എന്നാണ് ഈ പുസ്തകത്തിന്റെ തലക്കെട്ട്. ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ 100-ലധികം പേജുള്ള വളരെ ഈ വിഷയത്തിൽ തഹദീദാണ്. അതായത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം തഹദീദ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ 100-ലേറെ പേജുകളുള്ള ഈ പുസ്തകത്തിൽ അത് അബദ്ധമാണ്. അതായത് 6-ാം വയസ്സിൽ അഖ്ദു സിവാജ് വിവാഹം നടക്കുകയും 9-ാം വയസ്സിൽ ആയിഷ ബീവിയും ഹബീബായ നബിയും തമ്മിൽ ദാമ്പത്യം തുടങ്ങുകയും ചെയ്തു എന്നത് 100% അബദ്ധമായ വായനയാണ്. അത് തെറ്റാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഏറ്റവും ചുരുങ്ങിയത് അഖ്ദു സിവാജിന്റെ സമയത്ത് 17 വയസ്സെങ്കിലും ഉണ്ട്. അവർ തമ്മിൽ വിവാഹിതരായി വീട്ടിൽ കൂടുന്ന സമയത്ത് 19-നോ അതിനു മുകളിലോ ഉണ്ട് എന്ന് ഐസ റളിയല്ലാഹു തആല അൻഹ വാലിദെ മിസിൻ യവ്ലിൽ കിയാസി എന്ന ടർക്കിഷ് ഭാഷയിൽ എഴുതിയ ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയതെന്ന് മാത്രമല്ല, സുന്നി സൂഫികളുടെ പ്രത്യേകിച്ച് നക്ഷബന്ദി ത്വരീഖത്തിന്റെ പുസ്തകങ്ങളെല്ലാം പ്രസിദ്ധീകരിക്കുന്ന ദർവീഷ് പബ്ലിഷിംഗ് ഹൗസ് ആണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തന്നെ. സുന്നി സൂഫികളുടെ പ്രത്യേകിച്ച് നക്ഷബന്ദിയാക്കളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വിഭാഗമാണ് ദർവീഷ് പബ്ലിഷിംഗ് ഹൗസ്. അവരാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഒരുപാട് അഭിപ്രായങ്ങൾ, ഒരുപാട് തെളിവുകൾ ഈ വിഷയത്തിൽ അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്. ധാരാളം. അതായത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ലാണ് അവരുമായി അഖ്ദു സിവാജ് നടക്കുന്നതെന്നും 9-ാം വയസ്സിലാണ് അവരുമായി ദാമ്പത്യം തുടങ്ങുന്നതെന്ന് പറയാൻ ഒരു ന്യായവും ഇല്ല എന്നതിന് അനവധി തെളിവുകൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഉല്ലു അഫന്ദിയുടെ പ്രഭാഷണങ്ങൾ തന്നെ കിട്ടാനുണ്ട് ധാരാളം. ആ പുസ്തകങ്ങളൊക്കെ അദ്ദേഹം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന അദ്ദേഹം പറയുന്ന ആ ഭാഗം അല്പം നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ കാണാവുന്നതാണ്. ടർക്കിഷ് ഭാഷയിലുള്ള അറിയുന്ന ആളുകൾക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുകയും ചെയ്യാനുള്ള അവസരമുണ്ട്. Ben usta kitap yazmıştım. 90. Risalem. Burada Ayşe annemizin kabrinin resmi de var Osmanlı döneminde. Bu annelerimizin kabirleri, türbeler varken bu kabri şerif, onun kabri şerifi. Bu da açık. Efendimiz sallallahu aleyhi ve sellem'in 9 eşim burada resmi var. Cennetül Bekî'de ziyaret edenleriniz vardır ama tabii nerede ne var bilmeyenleriniz çoktur. Burada 9 hanımı, Hatice annemiz Mekke'de, Meymune annemiz Mekke'de. Geri kalanlar buradadır. Ayşe annemiz radıyallahu teala anha buradadır. Burada zaten yazmışız Ayşe radıyallahu anh'ın
validemizin evlilik yaşı. Burada bütün hadis-i şeriflerle, rivayetlerle evlilik yaşının 17, 18 olduğu vesaire buna delalet eden 7 tane en az 7-8 delil var. Tabi kuvvetli deliller var. Hadis-i şeriflerden vesaire. Yani kısacası esas mesele şuradan geliyor. Arap şeyinde onu burada yazmamıştı o zaman. Tabi sonradan da gördüğüm şeyler oldu. അതേ തുർക്കിയിൽ തന്നെ രണ്ടാമത്തെ വിഭാഗവും ലോകത്തേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗവുമാണ് നക്ഷബന്ദി ത്വരീഖത്തിൽ നാസിം ഹഖാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ബഹുമാനപ്പെട്ടവരുടെ വിഭാഗം. ഇന്ന് ആ വിഭാഗത്തെ നിയന്ത്രിക്കുന്ന സ്വന്തം മകനായ ബഹുമാനപ്പെട്ട ആദിൽ ഹഖാനിയാണ്. നേരത്തെ പലപ്പോഴും ഞാൻ മഹാനായ ആദിൽ ഹഖാനിയെ ഉദ്ധരിക്കുന്നതുമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദിൽ ഹഖാനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട സുന്നി സൂഫികളുടെ വെബ്സൈറ്റാണ് വെൽഫർ സുന്ന. അത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാനത് പറഞ്ഞിരുന്നു. അവരുടെ വെബ്സൈറ്റിൽ അവർ ഇന്നും അത് കിട്ടും. ഈ വെൽഫർ സുന്ന വെബ്സൈറ്റ് അസോസിയേഷന്റെ വെബ്സൈറ്റ് ഇന്നും കിട്ടും. ആർക്കും അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. അതിൽ വ്യക്തമായി അവർ പറയുന്നുണ്ട്, വെൽഫർ സുന്ന സൂഫി അസോസിയേഷൻ, അതായത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദിൽ ഹഖാനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തുർക്കിയിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അവർ. പറയുന്ന അവരുടെ വെബ്സൈറ്റിൽ ഇപ്പോഴും കിട്ടും. വാസ് ആയിഷ എ 6-year-old bride. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോൾ 6 വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു. റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്ന കാലത്ത് ദ ആൻഷ്യന്റ് മിത്ത് എക്സ്പോസ്ഡ്, അതൊരു പൗരാണിക കെട്ടുകഥയാണ്, തള്ളപ്പെടേണ്ടതാണ്. ആ പൗരാണിക കെട്ടുകഥ തള്ളപ്പെടേണ്ടതാണ്. ഇത് വെൽഫർ സുന്ന അസോസിയേഷന്റെ സൈറ്റിൽ ഇന്നും ലഭ്യമാണ്. അത് നക്ഷബന്ദി ത്വരീഖത്തിലെ ലോകം കണ്ട മഹാശൈഖായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് നാസിം ഹഖാനിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ സ്വന്തം മകനായ അന്നത് നിയന്ത്രിക്കുന്ന ആദിൽ ഹഖാനിയുമായി ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സൂഫി വിഭാഗത്തിന്റെ സൈറ്റുമാണ്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ സുന്നി സൂഫ് മൂവ്മെന്റ് ഫതഹുല്ലാ ഗുലാന്റേതാണ്. ഫതഹുല്ലാ ഗുലാനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് മൂന്നാമത്തെ ഒരു വിഭാഗമാണ് എന്ന നിലക്കാണ്, അല്ലാതെ ഫതഹുല്ലാ ഗുലാന്റെയുമായി താദാത്മ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് നമ്മൾ എന്ന അടിസ്ഥാനത്തിലല്ല. എന്ന് മാത്രമല്ല, ഫതഹുല്ലാ ഗുലാന്റെ ഗ്രന്ഥങ്ങളെല്ലാം മലയാളത്തിൽ സുന്നികൾ തന്നെ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥങ്ങൾ കേരളത്തിൽ കിട്ടാനുണ്ട് ഇപ്പോഴും. ഫതഹുല്ലാ ഗുലാന്റെ ആ ഫതഹുല്ലാ ഗുലാൻ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളും അവരുടെ കൈനറ്റ് പബ്ലിഷിംഗ് ഗ്രൂപ്പിന്റെ എഡിറ്റർ ഇൻ ചീഫും മാത്രമല്ല ഗുലാൻ മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ റെസ്പെക്ട് ഗ്രാജുവേറ്റ് സ്കൂളിന്റെ ചരിത്ര വിഭാഗം മേധാവിയും ആയ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഡോക്ടർ റസിദ് ഹൈലമാസ് എഴുതിയ ഗ്രന്ഥമാണ് ആയിഷ ദ വൈഫ് ദ കമ്പാനിയൻ ദ സ്കോളർ എന്ന ഗ്രന്ഥം. ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയ ഒരു ഗ്രന്ഥമായി ആണ് ഈ ഗ്രന്ഥം. അതിന്റെ ഫ്രണ്ട് പേജാണ് ഇത്. ആയിഷ ദ വൈഫ് ദ കമ്പാനിയൻ ദ സ്കോളർ എന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലും വിശദീകരിക്കുന്നത് ആയിഷ ബീവിയുടെ വിവാഹ സമയത്തെ പ്രായം 17 മുകളിലായിരുന്നു. അവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ 19 അതിനു മുകളിലോ അവർക്കുണ്ട്. അവരൊരു സമ്പൂർണ്ണ യുവതിയാണ്. ഹബീബ റസൂലുള്ളാഹിയുടെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ അവർ സമ്പൂർണ്ണ യുവതിയാണ്, ഒരു തുഫ്രത്തുൻ സഗീറത്തെ അല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു പുസ്തകമാണ് ആയിഷ ദ വൈഫ് ദ കമ്പാനിയൻ ദ സ്കോളർ എന്ന ഗ്രന്ഥം. ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും ചെയ്ത ഒരു വിഭാഗമാണ് ഈ വിഭാഗം. ഇവിടെ ഞാൻ പറയുന്നത് തുർക്കിയെ, ഞാൻ നേരത്തെ ഈജിപ്തിനെ പറഞ്ഞു, പിന്നെ സിറിയയെ പറഞ്ഞു. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രധാനപ്പെട്ട സുന്നി സൂഫി മൂവ്മെന്റിലെ മഹാപണ്ഡിതന്മാരിൽ എല്ലാ വിഭാഗത്തിനും പണ്ഡിതന്മാരുടെ പെട്ട പല പണ്ഡിതന്മാരും ഈ വീക്ഷണമാണ് സത്യം എന്ന് വെച്ച് പുലർത്തുന്നവരാണെന്ന് കണ്ണും കാതും തുറന്നു വെക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും എന്നതുകൊണ്ടാണ്. ഇതേ അഭിപ്രായം വളരെ ശക്തമായി ഗംഭീരമായി മുന്നോട്ട് വെക്കുന്ന ബഹുമാനപ്പെട്ട സുന്നി ഹനഫി പ്രത്യേകിച്ച് ബറേലവി പണ്ഡിതന്മാരുടെ ധാര ഒരു നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽപ്പെട്ട എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് സുന്നി ഹനഫി ബറേലവി പണ്ഡിതന്മാരിൽ
പ്രധാനമായി എടുത്തു പറയേണ്ട പണ്ഡിതനാണ് ഇപ്പോൾ ബ്രിട്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട മഹാപണ്ഡിതനായ അസ്റാർ റാഷിദ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പണ്ഡിതനാണ് എന്ന് മാത്രമല്ല അദ്ദേഹം ധാരാളം ഈ വിഷയത്തിൽ പഠനങ്ങൾ നടത്തിയ പണ്ഡിതനാണെന്ന് മാത്രമല്ല വളരെ ഖണ്ഡിതമായ അഭിപ്രായം പലപ്പോഴും പ്രത്യേകിച്ച് ബ്രിട്ടൻ കേന്ദ്രമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഭൗതികവാദികൾ, ഇസ്ലാമിനെ അവഹേളിക്കുന്നവർ, നിരീശ്വരവാദികളുമായി നിരന്തരമായി സംവദിക്കുന്ന ഈ സുന്നി പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അസ്റാർ റാഷിദ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാക്കേണ്ട ആവശ്യമുണ്ട് ഈ വിഷയത്തിൽ. അദ്ദേഹം ലോകം അംഗീകരിക്കുന്ന ഒരു സുന്നി പണ്ഡിതനാണ്. അദ്ദേഹം അത് കൃത്യമാക്കി പറയുന്നുമുണ്ട്. ചില വീഡിയോസ് നമുക്കൊന്ന് കാണാം. അതിൽപ്പെട്ട അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഭൗതികവാദികളുമായി അദ്ദേഹം ഒരു വാദപ്രതിവാദം നടത്തുന്ന സ്റ്റേജിൽ ഭൗതികവാദികൾ ആയിഷ ബീവിയുടെ ബുഖാരിയുടെ ഹദീത്ത് എടുത്തിടുന്നുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്ന മറുപടി ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. ആ വാക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹദീത്ത് സനദ് സ്വഹീഹ് ആയതുകൊണ്ട് തന്നെ മാത്രം അതിന്റെ മത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന സംവാദ മധ്യേ അദ്ദേഹം ഭൗതികവാദികളെ തിരിച്ചടിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ഈ സന്ദർഭത്തിൽ ഒന്ന് കാണാം. Hadith is not above criticism. Even Sahih al-Bukhari, there is, like you have criticism or Bible criticism, there is a critical method of reading hadith literature. When a hadith report is solitary in its nature, the text can be criticized by scholars. Even though they say Sahih, what they mean by Sahih is that the overall work is Sahih. Individual schools have rejected solitary reports. Solitary reports means one person comes along and says, this occurred. A scholar can come along and criticize that narrator and say that this narration is incorrect. This is found throughout the Islamic works, Fathul Bari and other works. But you notice child marriage is prohibited in the Quran. But that was not quoted. Child marriage is prohibited in the Quran. So when Muslims read a hadith which contradicts the Quran, they can reject the hadith, but they do not reject the Quran. Secondly, the hadith relating to the marriage of Aisha, there was a method of the Arabs that when they would pass into their teen years, they would mention their age through the numbers. They would say, for instance, I was 7 years old, and this happens in Bukhari as well. One of the companions, he says, I would lead my tribe when I was 7 years old. I would lead them in the prayer. Every Muslim knows that a 7-year-old is not permitted to lead the prayer. What that companion meant, he was 17 years old, and this is also a Jewish habit also. So many of the scholars, when they read that hadith of Aisha radiallahu anha, they say that this, because Aisha was cognizant of what was occurring, she's reporting the event herself. A 6-year-old doesn't have cognizance of what is occurring. So they state that the age was in her teen years. Many of them have said that. ഈ സംവാദ മധ്യ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഒരിക്കലും 6-9 എന്നത് അംഗീകരിക്കാനേ കഴിയില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ റസൂലുള്ളാഹി വിവാഹം ചെയ്യുമ്പോൾ ഒരു നിറഞ്ഞ യുവതിയാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ മുറിയിൽ പ്രവേശിക്കുമ്പോൾ അവർ സമ്പൂർണ്ണ യുവതിയാണ്. അതായത് വിവാഹം തന്നെ ഒരു 15-16 ഒക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഒരു 19-20 അതിന് മുകളിലുള്ള ഒരു സമ്പൂർണ്ണ യുവതിയാണ് ഹബീബ റസൂലുള്ളാഹിന്റെ മുറിയിൽ ലഭിക്കുന്ന ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇത് വളരെ കൃത്യമായി അദ്ദേഹം ഭൗതികവാദികളായ നിരീശ്വരവാദികളെ അടിച്ച് ആ വിഷയത്തിൽ പരാജയപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ആ വിഷയം ഇവിടെ അംഗീകരിക്കാൻ പറയാൻ പാടില്ല. അത് മുസ്ലിം ലോകം ഗണ്ഡിതമായി അംഗീകരിക്കുന്ന ഒരു വിഷയമേ അല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി ആ സന്ദർഭത്തിൽ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കേട്ടു. അസ്റാർ റാഷിദ് ലോകത്തേറെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ്. 2020 ഫെബ്രുവരിയിലാണ് ബ്രിട്ടനിൽ മാഞ്ചസ്റ്ററിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ സംവാദം നടക്കുന്നത്. 2020 ഫെബ്രുവരിയിലാണ് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിൽ ഈ വാദപ്രതിവാദം നടക്കുന്നത്. ആ വാദപ്രതിവാദ മധ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കൊടുത്ത ഈ മറുപടി. ലോകപ്രശസ്തനായ ഈ സുന്നി പണ്ഡിതൻ ഈ മറുപടി കൊടുക്കുന്നത് മാഞ്ചസ്റ്ററിൽ നടന്ന ഒരു വാദപ്രതിവാദത്തിനാണ്, നിരീശ്വരവാദികളുമായി നടത്തിയ വാദപ്രതിവാദത്തിൽ. അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അദ്ദേഹത്തെ പിന്നീട് ലോകപ്രശസ്തനാക്കി. ആ സംഭവം എന്തെന്നാൽ വളരെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. അതായത് ആ സംവാദ മധ്യേ ഭൗതികവാദിയായ നിരീശ്വരവാദിയായ ഒരു സ്ത്രീ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ മുഹമ്മദ് നബി പറഞ്ഞതും
ബുഖാരിയിൽ 5779 ഹദീത്തായി രേഖപ്പെടുത്തപ്പെട്ടതുമല്ലേ? അജുവാക്കാരൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് രാവിലെ അജുവാക്കാരൊക്കെ ഒരാൾ കഴിച്ചാൽ അയാൾക്ക് വിഷമേൽക്കില്ല എന്ന് പറയുന്ന സംഭവമില്ലേ? നിങ്ങളുടെ നബി അങ്ങനെ പറഞ്ഞിട്ടില്ലേ? അത് ബുഖാരിയിൽ 5779 ഹദീത്തായി രേഖപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിഷം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ഈ വിഷം ഒന്ന് കുടിക്കോ. നിങ്ങളൊക്കെ അജവാക്കാരൊക്കെ കഴിക്കുന്ന മുസ്ലിങ്ങളാണല്ലോ, നിങ്ങൾ ഈ വിഷം ഒന്ന് കുടിച്ച് മരിക്കാതെ ഞങ്ങൾക്ക് കാണിക്കുമോ? ഞാൻ വിഷം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ സംവാദത്തിന് വന്ന കൂട്ടത്തിൽപ്പെട്ട പ്രസീഡിയത്തിൽപ്പെട്ട ഒരു സ്ത്രീ, മറുകക്ഷിയുടെ ആ പ്രസീഡിയത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ വിഷം അദ്ദേഹത്തിന് വിഷക്കുപ്പി കൊടുക്കുകയും ജനമധ്യേ, നേരത്തെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ പറ്റി ചരിത്രത്തിൽ പറയപ്പെട്ടതുപോലെ 2020 മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീത്തിനെ നിസാരപ്പെടുത്തിയപ്പോൾ ആ സദസ്സിൽ ആ വിഷക്കുപ്പി അങ്ങോട്ട് വാങ്ങി അങ്ങനെ തന്നെ വായിലേക്ക് കമഴ്ത്തി ഇന്നും ആ മനുഷ്യൻ മരിച്ചിട്ടുമില്ല. അത് വലിയ ചർച്ചയായി ലോകത്ത്. ഈ ഒരു സംഭവത്തിൽ അനവധി ആളുകൾ പിന്നെ മുസ്ലിമായി. അനവധി ആളുകൾ ഈ സംഭവത്തിൽ മുസ്ലിമായിട്ടുണ്ട്. അസറാർ റാഷിദ് കണ്ട സാഹിബുൽ കറാമ, വലിയ കറാമത്തുള്ള ഒരു കറാമത്ത് അദ്ദേഹം കാണിച്ചു. അത്ഭുതകരമായ ഒരു കറാമത്ത് അദ്ദേഹം കാണിച്ചു. ആ പെണ്ണ് നീട്ടിയ വിഷക്കുപ്പി അങ്ങനെ തന്നെ വായിലേക്ക് കമഴ്ത്തി. ആ വീഡിയോ കൂടി നിങ്ങൾക്കൊന്ന് കാണാം. I would love to know actually if you can drink that poison, because remember guys what Muhammad says, just drink the poison, get a date, it should help you. That's right, it says that. Okay, date, can someone go and get a date? So അസറാർ റാഷിദ് വളരെ ലോകപ്രശസ്തനായ സുന്നി പണ്ഡിതനാണ്. മാത്രമല്ല അദ്ദേഹം സുന്നിയാണ്, ഹനഫിയാണ്, ബറേലവിയാണ് എന്ന് മാത്രമല്ല ഇന്ന് ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട സുന്നി പണ്ഡിതന്മാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് യാക്കൂബി തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. യാക്കൂബി തങ്ങളുമായി ചേർന്ന് സിറിയയിൽ ധാരാളം കാലം നേരിട്ട് പഠിച്ചിട്ടുള്ള പ്രഗത്ഭനായ യാക്കൂബി തങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഷെയ്ഖ് അസറാർ റാഷിദ്. അതുമാത്രമല്ല ലോകം നിരാക്ഷേപം അംഗീകരിക്കുന്ന മഹാസുന്നി പണ്ഡിതനായ ഷെയ്ഖ് അലവിൽ മാലിക്കിയുടെയും ശിഷ്യനാണ് ഈ അസറാർ റാഷിദ്. അതുകൊണ്ട് അദ്ദേഹം വളരെ കണിശക്കാരനുമാണ്. ഹബീബാ റസൂലുള്ളാഹിനെ ഒരാളും അവഹേളിക്കാൻ പാടില്ല. എന്തെങ്കിലും ആർക്കെങ്കിലും വന്ന എററിന്റെ പേരിൽ മുസ്തഫ നബി ആക്ഷേപിക്കാൻ പാടില്ല. മാത്രമല്ല അതെല്ലാം ആ യാഥാർത്ഥ്യങ്ങളുമാണ്. ഇത് കൃത്യമായി ഇന്നത്തെ പല പണ്ഡിതന്മാരും ആ ബുഖാരിനെ മനസ്സിലാക്കിയത് അയാഥാർത്ഥ്യമാണെന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ പറയുന്ന ലോകപ്രശസ്തനായ ഇന്നത്തെ സുന്നി പണ്ഡിതരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അസറാർ റാഷിദ്. ഇവരൊക്കെ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരാണ്, ലോകത്ത് പ്രധാനപ്പെട്ട സുന്നി പണ്ഡിതന്മാർ. അപ്രകാരം തന്നെ പ്രധാനപ്പെട്ട ബറേൽവി സുന്നി പണ്ഡിതനാണ്. നിങ്ങൾക്കറിയാലോ ബഹുമാനപ്പെട്ട താഹിറുൽ ഖാദിരി അറിയാത്ത ആരാണുള്ളത്? ലോകപ്രശസ്തനായ സുന്നി പണ്ഡിതനാണ് താഹിറുൽ ഖാദിരി. ആ താഹിറുൽ ഖാദിരിയുടെ കീഴിലുള്ള ബറേൽവി ഹനഫി സുന്നി പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഫ്തി അബ്ദുൽ ഖയ്യൂം ഹസ്റവി. അദ്ദേഹം ലോകപ്രശസ്തനായ ഇന്ന് ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട ബഹുമാനപ്പെട്ട താഹിറുൽ ഖാദിരിയുടെ ശിഷ്യനും ഈ വിഷയത്തിൽ കൃത്യമായ കണിശത പുലർത്തുന്ന ഒരു സുന്നി ബറേലവി ഹനഫി പണ്ഡിതനുമാണ്. അദ്ദേഹത്തിന് ധാരാളം പ്രഭാഷണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ആയിഷ ബിബി ഹബീബ റസൂലുള്ളാഹിയുടെ ഭാര്യയാകുമ്പോൾ ഒരിക്കലും 6 അവർ ദാമ്പത്യമാരം വെക്കുമ്പോൾ ഒരിക്കലും 9. അത് അംഗീകരിക്കാനേ കഴിയില്ല. അത് അയാഥാർത്ഥ്യമാണ്. ആ മിത്തിൽ നിന്ന്, ആ അബദ്ധത്തിൽ നിന്ന് മുസ്ലിം ലോകം മാറി നിൽക്കണം. അത് ഭൗതികവാദികൾക്ക് ഇസ്ലാമിനെ അടിക്കാൻ മാത്രം ഉപകരിക്കൂ എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട മുഫ്തി അബ്ദുൽ ഖയ്യൂം ഹസ്റവി. അദ്ദേഹത്തിന്റെ വീഡിയോ കൂടി ഈ സന്ദർഭത്തിൽ നമുക്കൊന്ന് കാണാം. के घर में सैयदा आयशा सिद्दीका रदी अल्लाह ताला अन्हा जब तशरीफ लाई, उनकी उम्र उस वक्त ये 7 और 9 साल, ये बात गलत है. ये मैं बहुत बड़ी जुर्रत से बात कर रहा हूँ, क्योंकि हमारे मुहक्किकीन नाम ने आज वो फरमाते हैं नहीं जी बस बुखारी ने लिख दिया, मुस्लिम ने लिख दिया, ठीक है लिख दिया, लेकिन ये गलत है. ये बहुत बड़ा सवाल है आज. हाँ जी, ये बहुत बड़ा सवाल है. मगर अब इतराज करता है हम, और जो बंदा नहीं मगरिब नहीं मशरिक भी करेगा, आपके बच्चे आप पर करेंगे सवाल. मेरा एक मजमून छपा हुआ है जी, और उसके अंदर ताकीक करके मैंने हवाले के साथ, मैं अपनी तरफ से कोई मुज्तहिद नहीं, मैं इज्तिहाद नहीं करता, मैंने हवाले दिए हैं, बड़े बड़े मोतबर हवाले दिए हैं
कि वो 7 और 9 नहीं बल्कि वो एक लफ्ज रह गया है, वो असल में था 7 या 9 या तो 7 और 7 यानी 17 साल उम्र थी और या 19 साल उम्र थी. ധാരാളം പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളുണ്ട്. ഇതുപോലത്തെ മറ്റൊരു പണ്ഡിതൻ പ്രധാനപ്പെട്ട ഹനഫി പണ്ഡിതനാണ് 1996 മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഹബീബുർ റഹ്മാൻ ഖാൻ ദഹ്ലവി. അദ്ദേഹം പ്രഗത്ഭന ഹനഫി പണ്ഡിതനാണ്. മാത്രമല്ല ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ച പ്രധാനപ്പെട്ട ഈ വീക്ഷണമുള്ള ഹനഫി പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഹബീബുർ റഹ്മാൻ ഖാൻ ദഹ്ലവി. അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം 1996 മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. തഹ്ഖീഖ് ഉംർ ആയിഷ അസ്ദിഖ റളിയല്ലാഹു അൻഹാ. تحقيق عمر عائشة تحقيق عمر عائشة رضي الله عن عائشة تحقيق عمر عزرة عائشة رضي الله عنها എന്ന് അദ്ദേഹം എഴുതിയ 960കളിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. 960കളിൽ ഈ പുസ്തകത്തിലും അദ്ദേഹം സമർപ്പിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുമായി കണ്ടുമുട്ടുന്ന ഒരു മുറിയിൽ കണ്ടുമുട്ടുന്ന പ്രായം അത് ഒരു 19 അടുക്കുന്ന പ്രായമായിരിക്കും. അല്ലാതെ അത് 9 എന്ന് പറയാൻ ഒരു ന്യായവുമില്ല. 6, 9 എന്ന് പറയാൻ ഒരു ന്യായവുമില്ല. വിവാഹം 17 അവർ തമ്മിൽ വീട്ടിൽ കൂടുന്നത് 19, 20 ഈ സന്ദർഭത്തിലായിരിക്കാം ആ വിവാഹം നടന്നിട്ടുണ്ടാവുക, ദാമ്പത്യം ആരംഭിച്ചിട്ടുണ്ടാവുക എന്ന് ഈ ഗ്രന്ഥത്തിൽ തഹ്ഖീഖ് ഉംർ അസ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന് ഇന്ത്യൻ പണ്ഡിതനായ ഹബീബുർ റഹ്മാൻ ഖാൻ ദഹ്ലവി ഈ വിഷയം അദ്ദേഹം ഹനഫി പണ്ഡിതനാണ്. 1960കളിൽ എഴുതിയ ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. വളരെ വ്യക്തമായി ആ വിഷയം അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ പണ്ഡിതനാണ് നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ ഷാഫിഈ പണ്ഡിതനായിരുന്ന മുഹമ്മദ് ഹമീദുള്ള. അദ്ദേഹം 1998 താൻ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദ പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ മുഹമ്മദ് ഹമീദുള്ള അദ്ദേഹത്തെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ ഭംഗിന്ദരനെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ അദ്ദേഹത്തെ ഉദ്ധരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹം ധാരാളം തെളിവുകൾ ഇതിനു വേണ്ടി പറയുന്നുണ്ട്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുമായി വിവാഹം ചെയ്യുമ്പോൾ 6, 9 എന്ന് വെക്കാൻ യാതൊരു ന്യായവുമില്ല. അത് 16, 19 ഇടയിലാണ് എന്ന് ഈ ഗ്രന്ഥത്തിൽ ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ദ പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥം വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നുണ്ട്. ഇനിയും ഈ വിഷയത്തിൽ ധാരാളം സുന്നി പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളും വീഡിയോസും അഭിപ്രായങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഇഷ്ടം പോലെയുണ്ട്. ഞാനിതൊരു മത്സരത്തിന് വേണ്ടിയല്ലല്ലോ, കാര്യം മനസ്സിലാക്കാനും. ഇപ്പൊ ഞാൻ ഷെയ്ഖുൽ അസ്ഹർ ഇമാമുൽ അക്ബറും ഷെയ്ഖുൽ അസ്ഹറുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് ത്വയ്യിബ് മുതൽ ഉള്ള ധാരാളം ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിക്കുകയും ഇപ്പോൾ ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള പ്രഗത്ഭരായ സുന്നി പണ്ഡിതന്മാരിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് പഠിക്കാൻ, ഈ വിഷയത്തിൽ പഠിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ 100 കണക്കിന് സുന്നി പണ്ഡിതന്മാരുടെ സ്റ്റേറ്റ്മെന്റുകളും പഠനങ്ങളും കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഞാൻ പിന്നെ ഇതൊരു മത്സരമല്ല. കാര്യങ്ങൾ മനസ്സിലാകുന്നവർക്ക് ഈ വിഷയത്തിൽ ഒരു വളരെ കൃത്യമായ ഒരു വ്യാഖ്യാനം, വിശദീകരണം പറയണം. ഈ പ്രപഗണ്ഡകളൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാത്തു നിന്നതാണ്. ഈ വിഷയത്തിൽ മത്സരിക്കുക എന്നതിലും അർത്ഥമില്ല. ചിന്തിക്കുന്നവർക്ക് ധാരാളം ഇതെല്ലാം മതിയാവും. ഇതെന്റെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായം അല്ല. ഇത് ലോകത്തെ മഹാസുന്നി പണ്ഡിതന്മാരുടെ വീക്ഷണം ഞാൻ ഉദ്ധരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയെടുക്കാനും ഈ വിഷയത്തിൽ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന സുന്നി പണ്ഡിതന്മാർക്ക് ധാരാളം ഇത് മതിയാകും. ഇനി സുന്നി അല്ലാത്ത പണ്ഡിതന്മാരോ 100 കണക്കിനാണ്. സുന്നികളല്ലാത്തവർ ഒരൊറ്റ ആളെ ഭംഗിന്ദരാണ് ഞാൻ ഉദ്ധരിക്കാം, ഒരൊറ്റ ആളെ. ഇപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു ബ്രദർഹുഡ് പണ്ഡിതനാണല്ലോ യൂസുഫുൽ ഖർദാവി, ഷെയ്ഖ് യൂസുഫുൽ ഖർദാവി. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് മുസ്ലിം സ്കോളേഴ്സ് എന്ന സംഘടനയിൽ ഉലമാ സംഘടനയിൽ അതിന്റെ തുടക്കം മുതലേ ഉള്ള മുഷാവറ അംഗവും അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും
ആണ് ഷെയ്ഖ് ഇസാം തലീമ എന്ന പണ്ഡിതൻ. അദ്ദേഹം അങ്ങനെ ധാരാളം അവരെല്ലാം സുന്നികളല്ലാത്തവരുടെ ലോകത്തേറെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് ഇസാം തലീമ. സന്ദർഭത്തിൽ ഒരു മാത്രം ഞാൻ അദ്ദേഹത്തെ ഒന്ന് ഉദ്ധരിച്ചതാണ്. ധാരാളം നൂറുകണക്കിന് സുന്നികളല്ലാത്ത പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിൽ വീക്ഷണം കണ്ടെത്താൻ കഴിയും. അദ്ദേഹത്തിന്റെ വീക്ഷണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിയെ കല്യാണം കഴിക്കുമ്പോൾ 18 വയസ്സാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ടാണ്. 6 വർഷത്തോളം യൂസുഫ് ഖർളാവിയുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു ഇദ്ദേഹം. 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ഇസാം തലീമയുടെ ലേഖനം, അദ്ദേഹത്തിന്റെ വിശാലമായ ലേഖനങ്ങളുണ്ട്. ഒരു ലേഖനം അങ്ങനെ തന്നെ അൽ ജസീറ സൈറ്റിൽ ഇന്നും കിട്ടും ആർക്കും, ഇസാം തലീമയുടെ. അതിന്റെ ഹെഡിങ് തന്നെ ഹൽ തസവ്വജ റസൂൽ ബിആയിഷ ഫീ സിന്നി തുഫൂല. ശൈശവ സമയത്ത് തന്നെ ആയിഷ ബീവിയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചോ? ഇതാണ് ഹെഡിങ്. ഈ വിഷയത്തിൽ വളരെ ദീർഘമായ ലേഖനം. ആ ലേഖനത്തിലും പറയുന്നത് അതെല്ലാം അബദ്ധമായ 6, 9 എന്നത് അബദ്ധമായ ധാരണകൾ മാത്രമാണ്. ഇന്ന് നമ്മളത് വെച്ച് പുലർത്തുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് ഇസ്ലാം വിരുദ്ധർക്ക് വടി കൊടുക്കാൻ മാത്രമേ ഉപകരിക്കൂ. അതൊരിക്കലും യാഥാർത്ഥ്യമായ ഒരു ചരിത്രം അല്ല. അത് അംഗീകരിക്കാനേ കഴിയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിയിലേക്ക് ആയിഷ ബീവി വരുമ്പോൾ 18ഓ 19ഓ അതിന് മുകളിലോ അവർക്ക് വയസ്സുണ്ടായിരിക്കും. മാത്രമല്ല അതൊരു അബദ്ധവുമാണ് എന്ന് ഈ ലേഖനത്തിൽ വളരെ വ്യക്തമായി അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ കഴിയും. ഇനി ഇത് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ വിവാഹങ്ങളെല്ലാം അങ്ങനെയാണ്. അതായത് ഒരു യുവതിയാകാത്ത ഒരാളെ വിവാഹം കഴിച്ച ഒരു ചരിത്രം അവിടെ കാണുന്നില്ല. വളരെ ചെറിയ എന്തെങ്കിലും 1-2 എക്സെപ്ഷൻ കേസിൽ അതിന് താഴെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ താരിഖുൽ മീലാദിൽ വന്ന ഒരു എററായിരിക്കാൻ തന്നെയാണ് സാധ്യത. എവിടെയെങ്കിലും 1-2 സംഭവങ്ങൾ കാണാമെങ്കിൽ പോലും അത് താരിഖ് രേഖപ്പെടുത്തി വന്ന അബദ്ധമാണെന്ന് വേറെയും അപ്പുറത്തും ഇപ്പുറത്തും കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇത് പൊതുവെ പരക്കെ ഉദാഹരണം പറയാം, ഈ ആയിഷ ബീവിയുടെ നേരെ ഇപ്പൊ നിങ്ങൾ 6, 9 എന്ന് നിങ്ങൾ പറയുന്ന ഇതേ ആയിഷ ബീവിയുടെ ജേഷ്ഠത്തിയാണല്ലോ ആര്? ബഹുമാനപ്പെട്ട അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹുമ. ആ അസ്മാ ബീവിയുടെ ആദ്യ വിവാഹപ്പോഴ 27ാമത്തെ വയസ്സിൽ. എല്ലാ ചരിത്രവും ഉദ്ധരിക്കുന്നുണ്ട്. 27ാമത്തെ വയസ്സിലാണ് അസ്മാ ബീവിയുടെ ആദ്യത്തെ വിവാഹം. 27ാമത്തെ വയസ്സിലാണ് ആദ്യ വിവാഹം. ആരുടെ? അസ്മാ ബീവിയുടെ സ്വന്തം ജേഷ്ഠത്തി, സ്വന്തം ശരീരപ്രകൃതി, സ്വന്തം ഒരേ ബാപ്പ, ഒരേ ശരീരപ്രകൃതി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ജേഷ്ഠത്തിയായ അസ്മാ ബീവിയുടെ ആദ്യ വിവാഹം അസ്മാ ബീവിയുടെ 27ാമത്തെ വയസ്സിലാണ്. ആരാ കെട്ടുന്നത്? ഹിജ്റക്ക് തൊട്ട് മുമ്പ് കല്യാണം നടക്കുക. ആരാ കല്യാണം കഴിക്കുന്നത്? സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു. പിന്നെ അവർ ഹിജ്റ വരുന്നു. ഹിജ്റ വരുമ്പോൾ അവർ ഗർഭിണിയാണ്. മദീനത്ത് മുഹാജിരീങ്ങളിൽ ആദ്യം ജനിക്കുന്ന കുട്ടി ഈ അസ്മാ ബീവിക്ക് ജനിച്ച അബ്ദുല്ലാഹ് ബിൻ സുബൈറാണ് റളിയല്ലാഹു അൻഹുമ. ഇതൊക്കെ എല്ലാവർക്കും അറിയണല്ലേ. അതായത് 27ാമത്തെ വയസ്സിലാണ് നേരെ ജേഷ്ഠത്തിയുടെ ആദ്യത്തെ വിവാഹം, 27ാം വയസ്സിൽ. എന്നിട്ട് ചെറിയ കുട്ടി ആയ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ, അതിന്റെ ഇളയ കുട്ടിയെ ഹബീബ റസൂലുള്ളാഹി 6, 9. എന്താ ഈ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈ ഭൗതികവാദികൾക്ക് വടി ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് അംഗീകരിക്കാൻ കഴിയൂല. ഇനി ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം ഉമ്മ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹ എന്നവരെ വിവാഹം, സ്വന്തം ഉമ്മയുടെ വിവാഹം എന്താ? ആമിന ബീബി റളിയല്ലാഹു അൻഹ ജനിക്കുന്നത് AD 549 എന്ന വിവാഹം 68ൽ 549ലാണ് ആമിന ബീബി ജനിക്കുന്നത്. ആമിന ബീബിയുടെ വിവാഹം എന്നാണ് നടക്കുന്നത് 568ൽ 20ാം വയസ്സിൽ. 20ാം വയസ്സിലെ വിവാഹം. ആമിന സ്വന്തം ഉമ്മ ആമിന ബീവിയുടെ സ്വന്തം മോൾ ഫാത്തിമയുടെ വിവാഹപ്രായം എത്ര? 15ന് മുകളിൽ. 18ആണെന്ന് വലിയ ഒരു പക്ഷെ പണ്ഡിതന്മാർക്ക് അഭിപ്രായം 18ാം വയസ്സാണ്. ഏറ്റവും ചുരുങ്ങിയ അഭിപ്രായം 15ന് മുകളിൽ. സ്വന്തം മകളെ വിവാഹപ്രായം. അപ്പൊ ഇവരൊക്കെ യൗവനയുക്തകളായ യുവതികളായിട്ടല്ലാതെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ കാലത്ത് വിവാഹമേ നടന്നിട്ടില്ല. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പഠിക്കണം.
പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നിലവിലുള്ള കാലഘട്ടങ്ങളിൽ ഇതൊക്കെ പഠിച്ച ആളുകൾ നമുക്ക് മുന്നിൽ ധാരാളമുണ്ട്. കാരണം ധാരാളം വലിയ ഗവേഷണങ്ങൾ ഈ വിഷയത്തിലൊക്കെ നടന്നു പോയിട്ടുണ്ട്. ഞാൻ അബ്ബാസുൽ അക്കാദിന്റെ കാര്യമൊക്കെ അതൊക്കെ 940കളിലാണ് ആ ഗ്രന്ഥങ്ങളൊക്കെ വരുന്നത്. 948 ആ ഗ്രന്ഥം പുറത്തു വരുന്നത്. അദ്ദേഹം 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച് 964 മരിക്കുന്ന ആളാണ്. അപ്പൊ അവർക്ക് വലിയ ഗവേഷണം. എന്തുകൊണ്ട് ഭൗതികവാദികൾ നിരീശ്വരവാദികൾ രംഗത്ത് വന്നു? 20-ാം നൂറ്റാണ്ട് അവരുടെ ഒരു കാലാണ്. അപ്പൊ അവര് ഹബീബ റസൂലുള്ളാഹിയുടെ ചെറിയ വളരെ മൈന്യൂട്ടായ പോയിന്റിൽ വരെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഹേളിക്കാൻ നടക്കുന്നവരുള്ള ഒരു കാലാണ്. അപ്പോൾ ചില കാര്യങ്ങളെ കൃത്യമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഗവേഷണങ്ങൾ നടന്നു. ആ ഗവേഷണം നടത്തിയവരെല്ലാം ഈ സത്യങ്ങളിൽ കണ്ടെത്തുകയും അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കൃത്യമാക്കി. നേരത്തെ എന്താ പറയാ, അസ്ഹറിന്റെ ഇമാമുൽ അക്ബറും ഷെയ്ഖുൽ അക്ബറുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹ്മദ് ത്വയ്യിബ് പറഞ്ഞല്ലോ, വൽ ഹഖീഖ, യാഥാർത്ഥ്യം ഭൗതികവാദികൾ ഇന്ന് പ്രൊപ്പഗണ്ട കൊണ്ട് നടക്കുന്നതല്ല. ഹബീബ റസൂലുള്ളാഹിയുടെ വിവാഹപ്രായം ഒരു 18 19 അതിന് മുകളിലോ ആണ്. അഹ്മദ് ത്വയ്യിബ് തന്നെ ഷെയ്ഖ് വൽ ഹഖീഖ, അതായത് ഈ തർക്കം പരിഹരിക്കുന്നു, ഇനി ഈ വിഷയത്തിൽ തർക്കമുണ്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 2022 അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നത്. പണ്ഡിതന്മാരെല്ലാം, അതായത് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന പണ്ഡിതന്മാർക്ക് പഠിക്കൽ നിർബന്ധമാണ്. ഇനി വേറൊരു കാര്യം, എന്തുകൊണ്ടാണ് ഞാനിതിനൊരു തയ്യാറായത്? അതും നിരീശ്വരവാദികളുടെ കടന്നുകയറ്റാണ്. ഈ വിഷയത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 വയസ്സായ കുട്ടിയെ കെട്ടി 9 വയസ്സായി ആയപ്പോൾ നബി ദാമ്പത്യം തുടങ്ങി എന്ന വിഷയത്തിൽ മാത്രം കാഫിറായ ഇസ്ലാം വിട്ട എക്സ് മുസ്ലിംസ് മലപ്പുറം ജില്ലയിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കാണിക്കാൻ തയ്യാറാണ്. അവർ നിങ്ങളോട് പറയും, അവർ നിങ്ങളോട് നേരിട്ട് പറയും. മലപ്പുറം ജില്ലയിലുണ്ട്, മലപ്പുറം ജില്ലയിൽ പോലുമുണ്ട്. അതായത് ദീനി ഏത് സമയം ചർവണം നടത്തുന്ന ജില്ലയാണല്ലോ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയിൽ പോലുമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, അതായത് എല്ലാ ദീനീ കാര്യങ്ങളും ഉണ്ടായിരുന്ന കുടുംബത്തിൽപ്പെട്ടവര്, ദീൻ പൂർണ്ണമായി പാലിച്ചിരുന്നവര്, 5 വഖത്ത് പൂർണ്ണമായി നിസ്കരിച്ചിരുന്നവര്, ഈ വിഷയത്തിൽ അവർക്ക് ആദ്യമായപ്പോൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ ആ ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ആദ്യമായപ്പോൾ അവർ പല പണ്ഡിതന്മാരെയും സമീപിച്ചു, അവരെല്ലാവരും ഇത് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്കുണ്ടായിരുന്ന മതിപ്പ് അവരുടെ ഭാഷയിൽ നഷ്ടപ്പെട്ടുപോയി. അവരുടെ ഭാഷയിൽ നഷ്ടപ്പെട്ടുപോയി. എല്ലാവർക്കും നഷ്ടപ്പെടുന്നതല്ല, ചില തെറിച്ച ബുദ്ധി ഉണ്ടാവും, അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അവർ ചില പൊതുവേദികളിൽ ഇസ്ലാമിക സംവാദം നടത്തുന്ന ചില മൗലവിമാരുടെ പൊതുവേദികളിൽ പോയി ചോദ്യം ചോദിച്ചു, അവിടുന്ന് ഇതേ ഉത്തരം കിട്ടി. അപ്പോൾ അവർ ഇസ്ലാം വിട്ടു, നിസ്കാരം നിർത്തി. നിരീശ്വരവാദിയെ പതിറ്റാണ്ടുകളായി നിരീശ്വരവാദികൾ ആയ വ്യക്തി എനിക്കറിയും. ഈ വിഷയം പഠിച്ചു നോക്കുമ്പോഴോ വിഷയം അത് അയാഥാർത്ഥ്യമാണെന്ന് ധാരാളം സുന്നി പണ്ഡിതന്മാർ പറഞ്ഞ രേഖ എന്റെ മുന്നിലുണ്ട്. അപ്പോൾ പിന്നെ ആ കാര്യത്തെ എടുത്ത് വിഷയത്തെ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടത് ഗവേഷണത്തിന് വേണ്ടി ആയുസ് ഒഴിഞ്ഞു വെച്ച ഒരു മനുഷ്യന്റെ ബാധ്യതയല്ലേ? ഞാൻ എൻ്റെ ജീവിതം ഗവേഷണത്തിന് ഒഴിഞ്ഞു വെച്ചതാ. എൻ്റെ പഠന പ്രഭാഷണങ്ങൾ ആയിരക്കണക്കായിട്ട് കിട്ടും. ആയിരക്കണക്കിന് പഠന പ്രഭാഷണങ്ങളാണ്, ആയിരക്കണക്കാണ്, 10,000-കണക്കിന് പ്രസംഗങ്ങളുണ്ട്. അതിൽ ആയിരക്കണക്കായ പഠന പ്രഭാഷണങ്ങളാണ്. എപ്പോൾ പഠനം നടത്താതെ ഗവേഷണം നടത്താത്ത പ്രഭാഷണങ്ങളില്ല എന്ന് തന്നെ പറയാം. 1.5 മാസം മുമ്പ് ഈ വിഷയത്തിൽ ചർച്ച വന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അത് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്നെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത് ഒരു ഗവേഷണം നടത്തിയതിൻ്റെ പേരിൽ. അതും ലോകത്തെ അനവധി സുന്നി പണ്ഡിതന്മാർക്ക് ഉള്ള അഭിപ്രായമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നെ ചേകനൂരാക്കി. മൂത്തേടത്തിയതാ പുതിയൊരു ചേകനൂരിൻ്റെ ഉദയം എന്നാണ് ചില ലേഖനങ്ങൾ റേറ്റിങ്. അങ്ങനെയാ പറഞ്ഞത്. മതവിരുദ്ധനാക്കി. എന്തൊക്കെ മുത്തേരത്തെ പുതിയ ചേകനൂര്, മുത്തേരത്തെ പുതിയ ഭൗതികവാദി, മുത്തേരത്തെ പുതിയ മതവിരോധി എന്നൊക്കെയാണ്. എന്തൊക്കെ ചെറുതും വലുതുമായി
50ഓളം ലേഖനങ്ങളാണ് എന്നെ കാഫറാക്കിക്കൊണ്ടും മതവിരോധിയാക്കിയും സോഷ്യൽ മീഡിയയിൽ 1.5 മാസം മുമ്പ് വന്നത്. ഈ ഒരു വിഷയം പറഞ്ഞതിൻ്റെ പേരിൽ, ലോകത്തെ സുന്നി പണ്ഡിതന്മാരുടെ ഈ ഒരു വീക്ഷണം പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ടേ നിങ്ങൾ വെക്കും? ഒരു ഗവേഷണം നടത്തുന്ന ആൾക്ക് പറയാനുള്ള അധികാരമല്ലേ? ഇനി ഈ വിഷയത്തിൽ 6-9 അഭിപ്രായമുള്ള ധാരാളം സുന്നി പണ്ഡിതന്മാർ ലോകത്തുണ്ട്. അവരുടെ വീക്ഷണം എന്താ? ഞങ്ങളുടേതൊരു അഭിപ്രായമാണ്, എന്നാൽ അല്ലാത്ത അഭിപ്രായവും ഉണ്ട് എന്നവർ കൃത്യമായി പറയാറുണ്ട്. 6-9 ഞങ്ങളുടെ വീക്ഷണം. അതേ സമയത്ത് 16, 18, 20 ഇങ്ങനെ അഭിപ്രായവും അതിനപ്പുറമുള്ള അഭിപ്രായം ഉണ്ട് എന്ന് ആ മഹാപണ്ഡിതന്മാരെല്ലാം അവരുടെ സംസാരങ്ങളിലും സംഭാഷണങ്ങളിലും തുറന്നു പറയാറുണ്ട്. പലരും തുറന്നു പറയാറുണ്ട്. പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. എന്താണെങ്കിലും നിരീശ്വരവാദിക്ക് വടിയില്ല. അതേ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ വടി കൊടുക്കുന്ന നിരീശ്വരവാദിക്കാണ് ഒന്ന്. അതൊക്കെ നിങ്ങളെ വീക്ഷണം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ആയുസ് മുഴുവനും ഗവേഷണം നടത്താൻ വേണ്ടി, ഇസ്ലാമിക ഗവേഷണങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ മനുഷ്യനാണ് ഞാൻ. 26 കൊല്ലത്തിലേറെയായി ഞാൻ നിങ്ങളെ മുന്നിലുണ്ട്. പരിശുദ്ധ ഖുർആനും ഹദീസും പഠിപ്പിക്കുക 24 മണിക്കൂർ. നിങ്ങൾക്ക് എന്നോട് വിരോധം ഉണ്ടാവും, എൻ്റെ പല വീക്ഷണങ്ങൾക്കും എതിരഭിപ്രായങ്ങളുണ്ടാവും, നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവും. അതിലൊന്നും പ്രശ്നമില്ല. അതൊക്കെ നിങ്ങളെ വീക്ഷണങ്ങൾ. നിങ്ങളിൽ ആരോടും എനിക്ക് വൈരാഗ്യമില്ല, ആരോടും ഒന്നുമില്ല, ഒരു പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ ആരോടെങ്കിലും വൈരാഗ്യപ്പുറത്ത് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് എനിക്കെതിരെ വന്ന പ്രൊപ്പഗണ്ടകൾ വീണു പോണ്ടേ? അതുണ്ടായില്ലല്ലോ. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ റബ്ബ് എനിക്ക് കൗവത്ത് തരും. 150-ലേറെ ലേഖനങ്ങളാണ് വന്നത് സോഷ്യൽ മീഡിയ. പിന്നെ അതിൻ്റെ പേരിൽ വന്ന ടോക്കുകൾക്കും സോഷ്യൽ മീഡിയ കമൻറ്റുകൾക്കും അതിൻ്റെ പേരിൽ വന്ന വാട്സപ്പ് കമൻറ്റുകൾക്കും അതിൻ്റെ വീഡിയോസിനും കണക്കില്ല. എല്ലാവരും, അതായത് ചെറിയ കുട്ടികളടക്കം, കാരണം മുതിർന്നവർ ചെയ്യുമ്പോൾ പിന്നെ ചെറിയവർക്ക് ചെയ്യാമല്ലോ, കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്താൻ. ഒരിക്കലും എന്നെ ദ്രോഹിക്കൂലാണ് ഞാൻ വിചാരിച്ച എൻ്റെ സഹപ്രവർത്തകന്മാരടക്കം അവരെന്നെ ദ്രോഹിക്കൂലാന്ന് ഒരു അഭിപ്രായമാണ് ഈ പറയുന്നത് ഒരു മനുഷ്യൻ. അപ്പോൾ എല്ലാവരും അവസരം ഉപയോഗപ്പെടുത്തി വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവർ എന്താ പറഞ്ഞത്? ചേകനൂരാണെന്ന് പറഞ്ഞു, മതവിരോധിയാണെന്ന് പറഞ്ഞു, ഇസ്ലാമിന് പുറത്താണെന്ന് പറഞ്ഞു, മതത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത്? വേറൊരാളാണെങ്കിൽ കേരളം വിട്ടു. അത്രയുമാണ് 1.5 എന്നെക്കെതിരെ നാവിട്ട അലക്കിയതിന് കയ്യും കണക്കില്ല. എനിക്കെതിരെ വന്ന ലേഖനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. നിങ്ങൾക്ക് ഈ അഭിപ്രായം നിർബന്ധമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതൊക്കെ ലോക പണ്ഡിതന്മാരുടെ അഭിപ്രായമല്ലേ? എന്നിട്ട് ആരും അവരെ കാഫറാക്കിയിട്ടില്ലല്ലോ, ആരും അവരെ ശേഖനൂരാക്കിയിട്ടില്ലല്ലോ, ആരും അവരെ മതവിരോധിയാക്കിയിട്ടില്ലല്ലോ. ഈ പണ്ഡിതന്മാരൊക്കെ ഇത്രയും ഗവേഷണം നടത്താനുള്ള കാരണം എന്താണ്? ഈ പണ്ഡിതന്മാരൊക്കെ, ലോകത്തെ ഈ എത്ര വലിയ പണ്ഡിതന്മാർ ഗവേഷണം നടത്താൻ കാരണം മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള അവഹേളനങ്ങൾക്കെതിരെ ഒരു പഠനം നടത്തിയപ്പോൾ അവർക്ക് ആ അവഹേളനങ്ങളുടെ ആധാരം അയാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു. അപ്പം നമുക്കും ആ ബാധ്യതയില്ലേ? ഇനി നിങ്ങൾക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പോലും, പക്ഷെ ഞാൻ നിങ്ങളോട് വളരെ താഴ്മയിൽ ചോദിക്കുകയാണ്, നമ്മുടെയൊക്കെ ലക്ഷ്യം ദീനല്ലേ? നമ്മൾ ഈ ചെയ്യുന്നതും, നമ്മൾ ഈ സംഘടന ഉണ്ടാക്കിയതും, നമ്മൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നതും, നമുക്ക് പഠിച്ചവനൊരു സ്ഥാനം തന്നതും ദീനിന് ഉപയോഗിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഈ അഭിപ്രായം ലോകത്ത് മറ്റ് പണ്ഡിതന്മാർക്കുണ്ടോ എന്നെങ്കിലും, മറ്റ് സുന്നി പണ്ഡിതന്മാർക്കുണ്ടോ എന്നെങ്കിലും നിങ്ങളൊന്ന് പരിശോധിക്കേണ്ടിയിരുന്നില്ലേ സഹോദരന്മാരെ? ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ ആ ഭാഷ തിരിച്ചു പറയുന്നേ ഇല്ല. നിങ്ങളിത് വളരെ ഗൗരവമായി ചിന്തിക്കുക. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ഞാൻ ഇപ്പോഴും പറയുന്നത്, എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. ഞാൻ നിങ്ങളെ ഒന്നിച്ച് നിൽക്കുന്ന ഒരാളാണ്, ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാളാണ്, നമ്മളെല്ലാം ഒന്നാണ്. ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത് പരിഹരിക്കണം, നമ്മൾ ഒന്നിച്ച് പോകണം. കാരണം ഇസ്ലാം ഏറെ വെല്ലുവിളി നേരിടുന്ന ഒരു സമയമാണിത്. അപ്പം നമ്മൾ ഒരാളൊരു അഭിപ്രായം പറയുമ്പോഴത്തേന് അയാൾ എന്താ പറയുക, മതവിരോധിയായി സ്റ്റേജ് കെട്ടാൻ പാടില്ല. പാവപ്പെട്ട പൊതുജനത്തിൻ്റെ ചില്ലിക്കാശ് വാങ്ങിയിട്ടല്ലേ നമ്മൾ ഈ സ്റ്റേജ് കെട്ടുന്നത്? അള്ളാഹുവിൻ്റെ ദീനാണല്ലോ നമ്മളെ ഓരോരുത്തരെയും ലക്ഷ്യം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം. എനിക്ക് നിങ്ങളോടൊന്നും അതിൻ്റെ പേര് യാതൊരു എതിർപ്പും യാതൊരു വിരോധവും ആരോടും ഇല്ല.
കാരണം ഇസ്ലാമിനെതിരെ ഇത്രയേറെ പ്രൊപഗണ്ടകൾ നടക്കുന്ന ഈ ഒരു കാലത്ത് നമ്മുടെ അധ്വാനങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാൻ നിങ്ങളുടെ എല്ലാവരോടും പുറത്തിരിക്കുന്നു. ആരും എനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ പറഞ്ഞ എല്ലാത്തിനോടും ഞാൻ പുറത്തിരിക്കുന്നു. ഈ യാതൊരു വിരോധവും വൈരാഗ്യവും ഇതിൻ്റെ പിന്നിൽ ഒരാളോടും എനിക്കില്ല. നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ദീനാണ് നമ്മുടെ ലക്ഷ്യം. ദീനിന് വേണ്ടി പ്രവർത്തിക്കണം, ദീനിന് വേണ്ടി അധ്വാനിക്കണം, ദീനിന് വേണ്ടി ഗവേഷണം ചെയ്യണം. ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താം. യൂത്തിൻ്റെ മനസ്സ് ശാന്തമാണ്. നിറവേ എന്ന നമ്മുടെ പുസ്തകം ഇൻഷാ അള്ളാഹ് അതിൽ നിരീശ്വരവാദികൾക്ക് അതിശക്തമായ ഈ വിഷയത്തിലുള്ള മറുപടി കൂടി ഉൾപ്പെടുത്തി, ഇതെല്ലാം ഉൾപ്പെടുത്തി വിശദമായ ഒരു ചർച്ച കൂടി അതിലേക്ക് ചേർത്ത് വെച്ച് ഇൻഷാ അള്ളാഹ് നിറവ് എന്ന പുസ്തകം നേരത്തെ ഈ പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ താൽക്കാലികമായി പിൻവലിച്ചിരുന്നു. അതിൽ റീവർക്ക് ചെയ്ത് പ്രസിദ്ധീകരിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാഹ് അതിൻ്റെ റീവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായാൽ ഒക്കെ നിങ്ങൾ കേരള സമൂഹം സമക്ഷം അത് സമർപ്പിക്കും. വളരെ പ്രധാനപ്പെട്ടതാണ് പുസ്തകങ്ങൾ. തിരുദൂതർ നിയോഗം എന്ന എൻ്റെ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം. അത് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള കാലഘട്ടത്തിൻ്റെ ഒരു അറിവാണ്. അതേപോലെ തന്നെ നിലവിലുള്ള യൂറോപ്പിൻ്റെ ചതികളെ മനസ്സിലാക്കണമെങ്കിൽ സാത്താൻ്റെ നവലോകക്രമം എന്ന പുസ്തകം വായിച്ചിരിക്കണം. അതൊക്കെ നിങ്ങൾ എൻ്റെ 6ഓളം പുസ്തകം ഇതിനകം പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളെല്ലാം നിങ്ങൾ വാങ്ങി വായിക്കണം. അത് കേവലം ഒരു ലാഭത്തിന് വേണ്ടി പ്രസിദ്ധീകരിച്ചതല്ല. മനുഷ്യനെ വിജ്ഞാനങ്ങളിൽ എത്തിക്കുക, മനുഷ്യൻ്റെ ചിന്തകളെ കൃത്യമാക്കുക എന്നൊക്കെ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ആ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ആ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അറിയിച്ചുകൊണ്ടും അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഗോഡയിൽ സത്യസന്ധമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വാക്കിലെ പ്രവൃത്തിയിലോ നമ്മളൊക്കെ സാധാരണക്കാരാണ്. അബദ്ധങ്ങളൊക്കെ ഏറെ നമുക്കൊക്കെ വന്നിട്ടുണ്ടാവും. ആ അബദ്ധങ്ങളെയൊക്കെ നമുക്ക് അല്ലാഹു തആല പുറത്തു തരട്ടെ. നമ്മുടെ എല്ലാ ഈ പരിശുദ്ധ റമളാനിൻ്റെ ഈ മഗ്ഫിറത്തിൻ്റെ പത്തിൽ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അറിഞ്ഞും അറിയാതെയും നമ്മളിൽ വന്നിട്ടുള്ള എല്ലാ അബദ്ധങ്ങളെയും അല്ലാഹു മാപ്പാക്കട്ടെ. എല്ലാ ശ്രോതാക്കൾക്കും എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.